ഹായ് എവ്രി വൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇവിടെ കാണാൻ കഴിയുന്ന പോലെ 42 GST അമെൻമെൻറ്റ്സ് ആണ് ഫോർ ദ കമ്മിങ് മെയ് ഓർ ജൂൺ ഓർ കമ്മിങ് സെപ്റ്റംബർ ഡിസംബർ 2026 എക്സാംസ് ഒരു ജാൻ 2027 എക്സാംസ്. ഓക്കെ, CA CMA CS ഇൻ്റർ ആൻഡ് ഫൈനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കുട്ടികളെയും കാറ്റർ ചെയ്യുക എന്നുള്ളതാണ്, അതായത് CA CMA CS ഇൻ്റർ ആൻഡ് ഫൈനൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻ്ററിൻ്റെ എന്താണ് ഈ ഇൻ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ബോത്ത് ഫോർ ഇൻ്റർ ആൻഡ് ഫൈനൽ അങ്ങനെയുണ്ടോ, അത് കോമൺ ടോപ്പിക്സ് എടുക്കും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലിൻ്റെ എക്സ്ക്ലൂസീവ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇതിൽ ഈ അമെൻമെൻറ്റ്സ് ഇപ്പോൾ എന്താണ് എവിടെ ഏതൊക്കെ കുട്ടികൾ, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ IDT-ൻ്റെ അതായത് ഇപ്പോൾ ഫൈനലിൻ്റെ CA CMA CS ഫൈനലിൻ്റെ 15th എഡിഷൻ ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ ഈ അമെൻമെൻറ്റ്സ് എല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ GST CA CMA ഇൻ്റർ CS ഇൻ്ററിൻ്റെ ഒക്കെ 15th എഡിഷൻ്റെ ബുക്കിൽ അമെൻമെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ ബൂസ്റ്റർ ബുക്ക് ഉണ്ടാവും. ബൂസ്റ്റർ ബുക്ക് ഫൈനലിനും ഇൻ്ററിനും വേറെ ഉണ്ട്. രണ്ടിൻ്റെയും 4th എഡിഷനിൽ ഈ അമെൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഈ എല്ലാ അമെൻമെൻറ്റ്സും അതിൽ കവേർഡാണ്. ഓൾ റൈറ്റ്. അപ്പോൾ ലിസൺ, ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ റെക്കോർഡ് ക്ലാസ്സസ് കേട്ട ആളുകളാണെങ്കിൽ അതിലും അമെൻമെൻറ്റ്സ് എല്ലാം കവേർഡാണ്. ഇനി നമുക്ക് ആർക്കെങ്കിലും പിന്നെന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി കുറവാണ്, പ്ലസ് അമെൻമെൻറ്റ്സ് ഒന്നുകൂടെ സെറ്റപ്പായിട്ട് കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് വാങ്ങാം. പക്ഷേ അതിലേറെ നിങ്ങൾക്ക് പിന്നെന്താ പറയുക, അതായത് ഓൾറെഡി കേട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാരത്തൺ ഉണ്ട് കേട്ടോ. ഓക്കെ, ദിസ് മാരത്തൺ ഓൺ ഇപ്പോൾ CA CMA CS ഇൻ്ററിൽ GST മാരത്തണും ഉണ്ട്, ഇൻകം ടാക്സ് മാരത്തണും ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ വാട്ട് വി സേ ഫൈനലാണെങ്കിൽ IDT മാരത്തണാണ് ഫൈനൽ ഉണ്ടാവുക. ഇത് ഏപ്രിൽ മാസമാണ് ഉണ്ടാവുക. ഏപ്രിൽ മാസം ലൈവ് ആയിരിക്കും, സൂം ലൈവ് ആയിരിക്കും. വളരെ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ എന്തെന്ന് വെച്ചാൽ ഈ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക കേട്ടോ. 62 ഓക്കെ, ഈ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. അതിപ്പോൾ റെക്കോർഡ് ക്ലാസ്സിനാണെങ്കിലും ബുക്കിനാണെങ്കിലും ഇപ്പോൾ ബൂസ്റ്റർ ബുക്കിനായിക്കോട്ടെ റെഗുലർ ബുക്കിനായിക്കോട്ടെ, ഈ ബുക്കിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. ക്ലാസ് വാങ്ങാൻ ഇതൊക്കെ ഫ്രീ ആയിരിക്കും. പിന്നെ മാരത്തൺ ആണെങ്കിൽ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി 100% വർക്ക്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിടാം. കഴിഞ്ഞ മാരത്തണിലൊക്കെ ഉള്ള റിവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിടാം. സോ വിൽ ഗെറ്റ് ഇറ്റ്. എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. റെക്കോർഡ് ക്ലാസ്സസിൻ്റെ ഒക്കെ റിവ്യൂ ഞാൻ ഇതിൻ്റെ താഴെ ഇട്ടുകൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, ഈ വീഡിയോയിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്താ പറയുക GST-യിൽ IDT-യിൽ വന്ന കംപ്ലീറ്റ് അമെൻമെൻറ്റ്സിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ ഏകദേശം ഒരു ക്ലാരിറ്റിയോട് കൂടെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് ഇനഫ്. അപ്പോൾ പിന്നെന്താണ് പറയുക, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓരോ ചാപ്റ്റർ വൈസ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത് പോലെ ഓരോ ചാപ്റ്ററിലും പിന്നെ അമെൻമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണോ ലെസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സപ്ലൈ ചാപ്റ്ററാണ് അല്ലേ. സപ്ലൈ ചാപ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സപ്ലൈ ചാപ്റ്ററാണ്. സോ ദാറ്റ് ഓക്കെ, ദിസ് ഇസ് സപ്ലൈ ചാപ്റ്റർ. അപ്പോൾ സപ്ലൈ ചാപ്റ്ററിൽ നമുക്ക് എത്ര അമെൻമെൻറ്റ്സ് പറയുന്നത്, 4 അമെൻമെൻറ്റ്സ് ഉണ്ട് അല്ലേ. വി ഹാവ് 4 അമെൻമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം ഏതൊക്കെയാണ് 4 അമെൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. ഒന്നാമത്തെ അമെൻമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, അമെൻമെൻറ്റ്സ് അല്ലാത്ത ഒന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. ഓൺലി അമെൻമെൻറ്റ്സ്, വി ആർ ഡിസ്കസിങ് ഓൺലി ദ അമെൻമെൻറ്റ്സ്. അതിൽ ഒന്നാമത്തെ നമുക്ക് ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പോർഷൻമെൻറ്റ് ഓഫ് കോ ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് അപ്പോർഷൻമെൻറ്റ് അല്ലെങ്കിൽ റീ ഇൻഷുറൻസിൻ്റെ കേസസ്. നമുക്ക് ഇതൊന്ന് നോക്കാം എന്താണ് സംഭവം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, ലിസൺ എവരി വൺ, ശ്രദ്ധിക്കാം. ഇപ്പോൾ ലിസൺ. സോ ഇപ്പോൾ മെസ്സി അല്ലേ, ഐ എം എ മെസ്സി ഫാൻ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സിൻ്റെ ഒരു റിയൽ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. മെസ്സിൻ്റെ കാല് ഇൻഷുറാണ് അല്ലേ. മെസ്സിൻ്റെ കാല് ഇൻഷുറാണ്. അതായത് ഏകദേശം 7,000 കോടിയോളം രൂപയ്ക്കാണ് മെസ്സിൻ്റെ കാൽ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത്. സോ ലിസൺ, അപ്പോൾ മെസ്സി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ലെറ്റ് സപ്പോസ് പിന്നെ ഒരു 3 ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് മെസ്സി കോൺട്രാക്റ്റിൽ ഏർപ്പെടണം, കോ ഇൻഷുറൻസ്. അപ്പോൾ ABC 3 പേരുമായിട്ട് എന്ത് ചെയ്യണം, മെസ്സിൻ്റെ ഇൻഷുറൻസ് അങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. നൗ ലിസൺ എവ്രി വൺ കെയർഫുള്ളി. ഇതിൽ ഈ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും വന്നിട്ട് മെസ്സിനെ കൊണ്ട് ഇങ്ങനെ ഒപ്പിടാം അല്ലേ, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ദെയർ വിൽ ബി എ ലീഡ് ഇൻഷുറർ. അവർ ആണ് ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കും അഡ്മിനിസ്ട്രേഷൻ എല്ലാം അവർ നോക്കുക. അപ്പോൾ മെസ്സിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ എന്താണ് 7,000 കോടീൻ്റെ
എന്താണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന് ഏകദേശം നല്ല പ്രീമിയം ഉണ്ടാവും അല്ലേ? അപ്പോൾ മെസ്സി ഇവർക്ക് പ്രീമിയം കൊടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ 100 CR ആണ് പ്രീമിയം വിചാരിക്കാം. നൗ ലിസൺ എവരിവൺ, ഈ 100 CRൻ്റെ മേലെ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? GST ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും? ബി എന്നുള്ള കമ്പനി എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ഷെയർ ദ കോ ഇൻഷുറൻസ് പ്രീമിയം വിത്ത് what we say A and C. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആ 100 കോടിയിൽ ഒരു 30 കോടി ടു എ ആൻഡ് 30 കോടി ടു സി ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 30 കോടീൻ്റെ മേലെ പ്ലസ് ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ക്ലാരിഫിക്കേഷൻ. ഇപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ കോ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അപ്പോർഷൻമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ടൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യം ഇല്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. ഐ ഹോപ്പ് എവരി വൺ ക്ലിയർ. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സോ എന്താണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അപ്പോർഷൻമെൻറ്റ് ലീഡ് ഇൻഷുറർ ഡിസ്ട്രിബ്യൂട്ട് ദ കോ ഇൻഷുറൻസ് പ്രീമിയം ടു കോ ഇൻഷുറേഴ്സ് ആസ് പെർ ദ റിസ്ക് പോളിസി. സച്ച് അപ്പോർഷൻമെൻറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് സപ്ലൈ. അത്രേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കോ ഇൻഷുറൻസ് അല്ലേ? അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ, മെസ്സിൻ്റെ എക്സാമ്പിൾ ഓർത്താൽ മതി, കോ ഇൻഷുറൻസ്. ഇനി അടുത്ത എക്സാമ്പിൾ, ലിസൺ എവരി വൺ ഹിയർ. അപ്പോൾ നമ്മളുടെ മെസ്സി ബി എന്നുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചു. എനിക്ക് എൻ്റെ കാൽ ഇൻഷുറൻസ് ചെയ്യണം. അപ്പോൾ 7,000 കോടി രൂപയാണ് മെസ്സിൻ്റെ കാല് ഇൻഷുറൻസ് ചെയ്ത് കൊടുത്ത് വിചാരിക്കാം. 7,000 കോടി. ഓക്കെ, നൗ ലിസൺ എവരി വൺ ഹിയർ. എന്താണ് നമ്മളെ ഇൻഷുറൻസ് കമ്പനി ബിക്ക് ഒരു പേടി, മെസ്സി നല്ല രീതിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്, അഥവാ പരിക്ക് പറ്റി കഴിഞ്ഞാൽ 7,000 കോടി കയ്യിൽ നിന്ന് പോകും, പണി വാങ്ങും. ഈ 100 കോടി ഇപ്പം പ്രീമിയം ഫുള്ളായിട്ട് ഞാൻ എടുക്കാം, ബി എന്നുള്ള കമ്പനി എടുക്കുകയാണെങ്കിൽ കൂടെ വാട്ട്സ് എ പ്രോബ്ലം ഈസ് ദാറ്റ് അത്രയും 7,000 കോടി എന്ത് ചെയ്യേണ്ടി വരും? ബി സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പം ബിക്ക് ഒരു പേടി. ബി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ മെസ്സിനോട് പറഞ്ഞു, ഓക്കെ ഞാൻ സെറ്റാണ്, നിങ്ങൾ 100 കോടി എനിക്ക് തന്നാൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാണ് 7,000 കോടി ഞാൻ തരും അല്ലേ, 7,000 കോടി ഞാൻ തരും. എന്നിട്ട് ബി എന്ത് ചെയ്തു? മെസ്സി ഒന്നും അറിയാതെ നേരെ പോയിട്ട് സി എന്നുള്ള മറ്റൊരു കമ്പനിയിൽ പോയിട്ട് റീ ഇൻഷുറൻസ് ചെയ്തു. അപ്പോൾ റീ ഇൻഷുറൻസ് ചെയ്യാൻ പറയുമ്പോൾ 100 കോടിയിൽ നിന്ന് സേ ഫോർ എക്സാമ്പിൾ 40 കോടി അവിടെ പോയിട്ട് റീ ഇൻഷുർ ചെയ്തു. ഈ 40 കോടി ബി കമ്പനി സി കമ്പനി കൊടുക്കുമ്പോൾ GST ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി GST ഉണ്ടാവും. അതിന് GST ഉണ്ട്. പിന്നെ എന്തിനാണ് GST ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബി എന്നുള്ള ഇൻഷുറൻസ് കമ്പനി കാരണം സി എന്നുള്ള മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക് ബിസിനസ് ഉണ്ടായില്ലേ? കാരണം ബിക്ക് വേണമെങ്കിൽ എ എന്നുള്ള ഇൻഷുറൻസ് കമ്പനി അടുത്ത് പോയിരുന്നു, വേറെ ഡി എന്നുള്ള ഇൻഷുറൻസ് കമ്പനി അടുത്ത് പോയിരുന്നു, ഒരുപാട് ഇൻഷുറൻസ് കമ്പനി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ബി എന്നുള്ള കമ്പനി ആടുത്ത് മാത്രമേ പോയത്, സി എന്നുള്ള കമ്പനിൻ്റെ അടുത്തല്ലേ പോയത്. അതുകൊണ്ട് സിക്ക് ഒരു ഇൻഷുറൻസ് ബിസിനസ് കിട്ടിയില്ലേ? ബി കാരണം. ബിൻ്റെ അടുത്താണ് മെസ്സി വന്നത്. അപ്പോൾ ബി കാരണമല്ലേ സിക്ക് ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ബിസിനസ് കിട്ടിയത്? യെസ്. അപ്പോൾ അതുകൊണ്ട് സി എന്ത് ചെയ്യും? ബിക്ക് ഒരു കമ്മീഷൻ കൊടുക്കും. സേ ഫോർ എക്സാമ്പിൾ 40 കോടിയിൽ 2 കോടി കമ്മീഷൻ കൊടുത്ത് വിചാരിക്കുക. ഈ 2 കോടിക്ക് GST ഉണ്ടോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോ ഇൻഷുറൻസ് പോലെയല്ല. കോ ഇൻഷുറൻസിൽ ആ ലീഡ് ഇൻഷുറർ എന്ത് ചെയ്യും? അപ്പോർഷൻമെൻറ്റ് ചെയ്ത് കൊടുക്കും മറ്റുള്ള ഇൻഷുറൻസിന്, അതിന് GST ഇല്ല. ഇവിടെ അങ്ങനെയല്ല. ഇത് 2 വേറെ എഗ്രിമെൻ്റ് ആണ്. ഇതൊരു ഇൻഷുറൻസ് എഗ്രിമെൻറ്റ്, ഇത് വേറെ ഇൻഷുറൻസ് എഗ്രിമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് GST ഉണ്ട്, ഇതിനും GST ഉണ്ട്. ഏതിനാണ് ഞാൻ GST ഇല്ല എന്ന് പറയുന്നത്? ഈ കമ്മീഷൻ 2 കോടിക്ക് GST ഇല്ല. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ 2 കോടി കമ്മീഷൻ സി ബിക്ക് എങ്ങനെ കൊടുക്കുക? ആദ്യം 40 കോടി വാങ്ങിയിട്ട് പിന്നെ 2 കോടി കൊടുക്കുകയാണോ ചെയ്യുക? ഒരിക്കലും അങ്ങനെയല്ല ചെയ്യാം. അവരെന്താ പ്രാക്ടിക്കലി ചെയ്യുന്നത് വെച്ചാൽ 40 കോടി കൊടുക്കുമ്പോൾ തന്നെ 2 കോടി കമ്മീഷൻ കുറച്ചിട്ടാണ് കൊടുക്കുക. അതുകൊണ്ടാണ് GST ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഗവൺമെൻറ് ഈ പറഞ്ഞ പരിപാടി ചെയ്തത്. അതായത് അതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോ GST, ദിസ് ഇസ് നോട്ട് സപ്ലൈ. 2 കോടി കമ്മീഷനെ നമുക്ക് എന്തായിട്ട് കൂട്ടണ്ട, സപ്ലൈ ആയിട്ട് കൂട്ടണ്ട എന്ന് പറയാൻ കാരണം അതാണ്. ഐ ഹോപ്പ് എവരി വൺ ക്ലിയർ ദിസ്. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് 2 അമെൻമെൻറ്റ്സ്. ഒന്ന് കോ ഇൻഷുറൻസിൻ്റെ അമെൻമെൻറ്റ്സും മറ്റൊന്ന് റീ ഇൻഷുറൻസിൻ്റെ അമെൻമെൻറ്റ്സും. ഓൾ റൈറ്റ്? യെസ്. അപ്പോൾ നമുക്ക് 2 അമെൻമെൻ്റ് ആയി അല്ലേ? 2 അമെൻമെൻ്റ് ആയി. അപ്പോൾ എത്ര അമെൻമെൻറ്റ്സ് ഉണ്ട്? 4 എണ്ണം ഉണ്ട് പറഞ്ഞു അല്ലേ? ഇനി 2 എണ്ണം കൂടി ഉണ്ട്. അതിലൊന്ന് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഫൈനലിൻ്റെ അമെൻമെൻ്റ് ആണ്. അപ്പോൾ ഇൻ്റർ സ്റ്റുഡൻസ് ഇത് കേൾക്കണ്ട. അതായത് നമ്മൾ ഫൈനലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വെയർ ഹൗസിൽ സൂക്ഷിച്ചൊരു ഗുഡ്സ് മറ്റൊരാൾക്ക് നമ്മൾ വിൽക്കുകയാണെങ്കിൽ സപ്ലൈ അല്ല. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, സപ്ലൈ വെയർ ഹൗസ് ഗുഡ്സിന് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഫ്രീ ട്രേഡ് സോൺ ടു എനി പേഴ്സൺ ബിഫോർ ദ ക്ലിയറൻസ് ഓഫ് എക്സ്പോർട്ട്. അതായത്
നോർമലി സാധാരണ എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെ കേസിൽ മാത്രമായിരുന്നു ആ ഒരു പിന്നെന്താ പറയുക പ്രൊവിഷൻ ഉണ്ടായിരുന്നത്. അത് സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു മാത്രം. അതായത് സ്പെഷ്യൽ എക്കണോമിക് സോണിലെ വെയർ ഹൗസിൽ നിന്ന് വേറെ ആൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ എന്തല്ല, അത് സപ്ലൈ അല്ല. അത്രേ ഉള്ളൂ. വെറി സിമ്പിളായിട്ടൊരു ഒരു അമെൻമെൻ്റാണ്. ഇനി അപ്പോൾ ഇതിൽ മേജർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കോ ഇൻഷുറൻസും റീ ഇൻഷുറൻസും ആണ്. അതുകൊണ്ടാണ് ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം. പിന്നെ അടുത്തൊരു അമെൻമെൻറ്റ്, 4ാമത്തെ അമെൻമെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ് അല്ല. അത് ആ ഡെഫിനിഷനിൽ ചെറിയൊരു ഡെഫിനിഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഓരോ ഇതിൻ്റെ താഴെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുത്തതിൽ ലോക്കൽ അതോറിറ്റി എന്ന ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പോൾ ലോക്കൽ അതോറിറ്റിയിൽ യു ക്യാൻ സി എ മുനിസിപ്പൽ കമ്മിറ്റി ഓർ ജില്ലാ പരിഷത്ത് ഓർ ഡിസ്ട്രിക്ട് ബോർഡ് അല്ലേ, ഓർ എനി അതോറിറ്റി മാനേജിങ് മുനിസിപ്പൽ ഓർ ലോക്കൽ ഫണ്ട്. അപ്പോൾ അതിൽ എന്താണ് ലോക്കൽ ഫണ്ട്, മുനിസിപ്പൽ ഫണ്ട് എന്ന ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ലോക്കൽ ഫണ്ട് മീൻസ് എ ഫണ്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വിത്ത് എ പവർ ടു ലെവി ടാക്സസ്. അതാണ് ലോക്കൽ ഫണ്ട്. മുനിസിപ്പൽ ഫണ്ട് ഫണ്ട് ഓഫ് എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മുനിസിപ്പൽ ഓർ മെട്രോപൊളിറ്റൻ ഏരിയ വിത്ത് എ പവർ ടു ലെവി ടാക്സസ്. അവരെയാണ് നമ്മൾ മുനിസിപ്പൽ ഫണ്ട്, ലോക്കൽ ഫണ്ട് എന്ന് വിളിക്കാം. അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ സപ്ലൈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ഒരു അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട അമെൻമെൻറ്റ് കോ ഇൻഷുറൻസും റീ ഇൻഷുറൻസും ആണ്. അത് എവ്രി വൺ ഐ തിങ്ക് ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. ഇനി അപ്പോൾ അത് കഴിഞ്ഞു സപ്ലൈ ചാപ്റ്റേഴ്സ് ടെൻബിറ്റ്സ്. പിന്നെ ചാർജിങ് ചാപ്റ്ററിൽ 3 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ചാർജിങ് ചാപ്റ്റർ. ഇപ്പോൾ ചാർജിങ് ചാപ്റ്ററിലെ 1ാമത്തെ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ 9(5) ആണ്. 9(5). എന്താണ് 9(5) ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ECO ട്രാൻസാക്ഷൻസ്. ECO ട്രാൻസാക്ഷൻ എന്താ? ECO ട്രാൻസാക്ഷൻ അല്ലേ, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. അപ്പോൾ ഞാൻ ഇപ്പോൾ നോർമൽ കേസിൽ കസ്റ്റമർ ആര് GST ഏൽപ്പിക്കും? ECOനെ GST ഏൽപ്പിക്കും. ECO അത് ആരെ ഏൽപ്പിക്കും? നമ്മളുടെ ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കും. ഇതാണ് നോർമലി സംഭവിക്കുക. പക്ഷേങ്കിൽ നമ്മളുടെ വട്ട് വി സേ 9(5) പറയാണ്. 9(5) 5 കേസായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 6ാമതൊരു കേസും കൂടെ ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. അതായത് ഈ കേസുകൾ നോർമലി ഗവൺമെൻറ്റിലേക്ക് GST അടയ്ക്കുക സപ്ലയറാണ്, ആസ് യു ക്യാൻ സീ ഹിയർ. പക്ഷേ 9(5) പറയുന്ന കേസുകളിൽ നിർബന്ധമായിട്ടും ആര് GST അടയ്ക്കണം? ECO വേണം GST അടയ്ക്കാൻ. ആ കേസുകളിലേക്ക് ഒരാളും കൂടെ ഇപ്രാവശ്യം ആഡ് ചെയ്തു, ലോക്കൽ ഡെലിവറി. അതായത് സർവീസസ് ബൈ ഓഫ് ലോക്കൽ ഡെലിവറി. അവിടെ ECO ആണ് GST അടയ്ക്കേണ്ടത്. ഈ ലോക്കൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോർട്ടർ പോലത്തെ ക്യാപ്പ് ഉണ്ടാവില്ലേ. ഇപ്പോൾ നമുക്കൊരു ഗുഡ്സ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, നമുക്കൊരു ലോറിക്കാരനെ ബുക്ക് ചെയ്യണം. അപ്പോൾ ലോറിക്കാരനുണ്ടാവും. സോ ഒരു ലോറി ഡ്രൈവർ ഉണ്ട്, ലോറി ഓണർ. പിന്നെ ഒരു ആപ്പ് ഉണ്ട്, പോർട്ടർ പോലത്തെ ആപ്പ് ഉണ്ടാവും. ആ ആപ്പാണ് ECO. പിന്നെ നമ്മളുടെ കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഇവിടെ ആരാ GST അടയ്ക്കുക? ഗവൺമെൻറ് പറയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 10,000 + 1,800 കൊടുക്കുകയാണെങ്കിൽ ആരാണ് GST അടയ്ക്കേണ്ടത്? ഈ ആപ്പ് വേണം GST അടയ്ക്കാൻ അല്ലേ. ദേ ഹാവ് ടു പേ GST. അതാണ് പറഞ്ഞത്. ലോക്കൽ ഡെലിവറിൻ്റെ കേസിൽ ECO വേണം GST അടയ്ക്കാൻ. പക്ഷേ എക്സെപ്റ്റ് ദ സപ്ലയർ ഇസ് ലയബിൾ ഫോർ GST രജിസ്ട്രേഷൻ. ഈ ലോറി ഡ്രൈവർ രജിസ്റ്റേർഡ് ആണെങ്കിലോ, ആ ലോറി ഡ്രൈവർ രജിസ്റ്റേർഡ് ആണെങ്കിൽ പിന്നെ ആര് GST അടയ്ക്കണം? ലോറി ഡ്രൈവർ GST അടയ്ക്കണം. ഓക്കെ, സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മളുടെ 9(5) നമുക്ക് എല്ലാവർക്കും അറിയാം ECO GST അടയ്ക്കേണ്ട സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ECO GST അടയ്ക്കേണ്ട സിറ്റുവേഷൻസിൽ പിന്നെ പറയാണ് നമ്മളുടെ വട്ട് വി സേ ECO GST അടയ്ക്കേണ്ട സിറ്റുവേഷൻസിൽ ഒരാളും കൂടെ ആഡ് ചെയ്തു. അതാണ് ലോക്കൽ ഡെലിവറി അല്ലേ, ലോക്കൽ ഡെലിവറി. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ECO ആണ് GST അടയ്ക്കേണ്ടത്. പക്ഷേങ്കിൽ നമ്മളുടെ സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? സപ്ലയർ തന്നെ GST അടയ്ക്കണം അല്ലേ. ഓക്കെ, ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ നമ്മൾ പഠിച്ച സംഭവം എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, നെക്സ്റ്റ് അല്ലേ. നെക്സ്റ്റ് അപ്പോൾ അതിൽ ഇപ്പോൾ എത്രയായി? 3 ഒന്നായി. ഇനി 2 ഉണ്ട് അല്ലേ. അത് 2 വലിയ സിമ്പിളായിട്ടുള്ള 2 ഒന്ന് GTൻ്റെ കേസിൽ. GTൻ്റെ കേസിൽ പണ്ട് നമുക്കുണ്ടായിരുന്നു 12%, 5% ഉണ്ടായിരുന്നു അല്ലേ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ GTൻ്റെ ഫുൾ പ്രൊവിഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ 12 മാറ്റിയിട്ട് 18 ആക്കിയിട്ടുണ്ട്. 12 മാറ്റിയിട്ട് 18 ആക്കിയിട്ടുണ്ട്. അതാണ് ഒരു അമെൻമെൻറ്റ്. പിന്നെ GT ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. GT ഡെഫിനിഷനിൽ നമുക്കറിയാം ആരാ GT കൺസ്യൂമർ നോട്ട് കൊടുക്കുന്ന ഒരാളാണ് GT. പക്ഷേ അതിൽ പറയുന്നുണ്ട് ഈ ലോക്കൽ ഡെലിവറി ഉണ്ടല്ലോ, ഈ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ലോക്കൽ ഡെലിവറി. ആ ലോക്കൽ ഡെലിവറി ECO വഴി ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവർ നമുക്ക് GT ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ നമുക്ക് ECO സെപ്പറേറ്റ് പ്രൊവിഷൻസ് നമുക്ക് വേറെ ഉണ്ട്. അതല്ലേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ 9(5) കാണിച്ചില്ലേ. അത് ഇവിടുന്ന് അതും ഇതും ഒരേ അമെൻമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ECO വഴിയാണ് ഗുഡ്സ് കൊണ്ടുപോകുന്നതെങ്കിൽ പിന്നെ അവരെ GTA പ്രൊവിഷൻ അല്ല അവർക്ക് നോക്കേണ്ടത്, ECO പ്രൊവിഷനാണ് നോക്കേണ്ടത്. 9(5) ആണ് നോക്കേണ്ടത്.
അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്തൊരു അമെൻമെൻറ്റ്. ഓക്കെ, സോ ബി കെയർഫുൾ. ഇനി നെക്സ്റ്റ് വൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇതേപോലത്തെ മറ്റൊരു അമെൻമെൻറ്റ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ റെൻറ്റിങ് ഓഫ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ കേസ്. അവിടെ നമ്മളൊരു 12ഉം 5ഉം പഠിച്ചത് അത് 18 ആക്കി അല്ലേ, അതാണ് അമെൻമെൻറ്റ്. വേറൊന്നുമില്ല, ഞാൻ വേറെ എൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അമെൻമെൻറ്റ്സ് ഫുള്ള് കവർ ചെയ്യാൻ കഴിയില്ല, അത്രയും അമെൻമെൻറ്റ്സ് കവർ ചെയ്യാണ്ട്. അപ്പോൾ അതുകൊണ്ട് 12 മാറ്റിയിട്ട് 18 ആക്കി. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചാർജിങ് ചാപ്റ്ററിൽ നമുക്കുള്ള അമെൻമെൻറ്റ്. രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ 2 അമെൻമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ 2 അമെൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ചാർജിങ് ചാപ്റ്ററിൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് പഠിക്കുകയല്ല. നൗ രജിസ്ട്രേഷൻ ചാപ്റ്റർ. രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ എന്താണെന്ന് വെച്ചാൽ, ലിസൺ എവരി വൺ ക്ലിയർലി. അതായത് ഒരു 2 റൂൾ കൊണ്ടുവന്നുണ്ട്, റൂൾ 9A ആൻഡ് 14A. ഇതാണ് അമെൻമെൻറ്റ്സ്. സി, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ കൊടുത്താൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും? വിത്തിൻ 30 days. അല്ല, സോറി, 7 വർക്കിംഗ് ഡേയ്സ്. 7 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാനുള്ള സമയം. പക്ഷേ ന്യൂ 2 റൂൾസ് വന്നിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് GST രജിസ്ട്രേഷനും സിംപ്ലിഫൈഡ് രജിസ്ട്രേഷൻ ഫോർ ഓപ്ഷണൽ ടാക്സ് പെയർ. ഇതിൽ മനസ്സിലാക്കേണ്ടത് റൂൾ 14A നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അപ്ലൈ. ഈ റൂൾ 9A എന്താണ്? ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ റൂൾ 9A നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സി, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ്റെ ഇത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് രജിസ്ട്രേഷൻ്റെ കേസിൽ വെൻ യു ആർ അപ്ലൈയിങ്, ഓക്കെ, 2 കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലിക്കേഷൻ കൊടുക്കാം. ഒന്ന് നോർമൽ രീതിയിൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. മറ്റൊരു കേസാണ് നമ്മൾ റൂൾ 14A. ഓക്കെ, മറ്റൊന്ന് റൂൾ 14A അപ്ലിക്കേഷൻ. റൂൾ 14A അപ്ലിക്കേഷൻ ഇത് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അപ്ലൈ. റൂൾ 14 നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടും. നേരത്തെ 7 വർക്കിംഗ് ഡേയ്സിലത് 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. ഇനി നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ആർ കവേർഡ് അണ്ടർ റൂൾ 9A അല്ലെങ്കിൽ നോട്ട് കവേർഡ് ആണെങ്കിൽ, കവേർഡ് അണ്ടർ റൂൾ 9A ആണെങ്കിലും 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും. അതിൽ കവേർഡ് അല്ലെങ്കിലോ, അപ്പോൾ നമുക്ക് സാധാ പോലെ 7 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്തില്ലെങ്കിൽ 30 വർക്കിംഗ് ഡേയ്സ്, നിങ്ങൾക്കറിയാം 30 days അല്ലേ. അപ്പോൾ ലിസൺ എവരി വൺ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്നെങ്കിൽ റൂൾ 14A അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കാം. അപ്പോൾ പിന്നെ നോർമലാവും. റൂൾ 14A പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നെങ്കിൽ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. അതല്ല എങ്കിൽ നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് കവേർഡ് അണ്ടർ റൂൾ 9A ആണോ അതോ നോർമൽ കേസ് ആണോ. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം നമുക്കിങ്ങനെ ചിന്തിക്കേണ്ടാവും അല്ലേ. മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, റൂൾ 9A പറയുന്നത് വെച്ചാൽ, റൂൾ 9Aക്ക് പ്രത്യേകിച്ച് യാതൊരു കണ്ടീഷനൊന്നുമില്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നൊരു ബെനിഫിറ്റാണ്. നിങ്ങൾ റൂൾ 9ൽ ആർക്കും എന്താണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അത് നിങ്ങൾ എന്താ പറയുക, നോർമൽ കേസ് ആയിരിക്കാം, TDS TCS രജിസ്ട്രേഷൻ ആയിരിക്കാം, നോൺ റെസിഡൻറ്റ് ക്യാഷ്, ഏത് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ. ആൻഡ് നിങ്ങൾക്ക് വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ, ഇഫ് ദ സിസ്റ്റം ഐഡൻറ്റിഫൈ ദാറ്റ് ദ അപ്ലിക്കൻ്റ് യൂസിങ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് റിസ്ക് പാരാമീറ്റേഴ്സ്. അതായത് നിങ്ങളെ ഇത് റൂൾ 9A പ്രകാരം നമ്മളുടെ എന്താ പറയുക, കോമൺ പോർട്ടലാണ്. അതായത് നമ്മുടെ സിസ്റ്റമാണ് രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുക, പ്രോപ്പർ ഓഫീസർ അല്ല സിസ്റ്റം, രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുക സിസ്റ്റം. അതായത് നമ്മുടെ കോമൺ പോർട്ടലാണ് രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുക. പക്ഷെ അവർക്ക് മനസ്സിലാവണം, നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന നല്ലൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള അപ്ലിക്കൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടും. ഇപ്പോൾ ഞാൻ ഓഫീസിൽ ഇപ്പോൾ അടുത്ത് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെ നമ്മൾ ആർട്ടിക്കിൾസും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാറേ ഇപ്പോൾ നമ്മൾ രാവിലെ കൊടുത്ത രജിസ്ട്രേഷൻ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേന് കിട്ടി. എന്താ കാരണം? ബിക്കോസ് ഓഫ് ദിസ്. അപ്പോൾ കാരണവശാൽ അത് എന്താണ്, അവർ ഫാസ്റ്റ് ആക്കാൻ തുടങ്ങി. പ്രോപ്പർ ഓഫീസർ അല്ല വെരിഫൈ ചെയ്യുക, അത് സിസ്റ്റം വെരിഫൈ ചെയ്യും, ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടും. പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരാളായിരിക്കണം. അത് സിസ്റ്റം ആണ് തീരുമാനിക്കുക, റിസ്ക് ഫ്രീ ആണ്. അപ്പോൾ അതായത് പറഞ്ഞത്, നമ്മൾ നോർമൽ കേസാണ് പറഞ്ഞത്. നിങ്ങൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ആളാണെങ്കിൽ റൂൾ 9A കവേർഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടും. ഇനി റൂൾ 9A കവേർഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല, പഴയ പോലെ 7 വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനമാക്കി തരാം. ഓക്കെ, ഫൈൻ. ഇനി ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല അതിൽ, കാരണം നമുക്ക് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, അത് സിസ്റ്റമാണ് തീരുമാനിക്കുക. ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ റൂൾ 14A ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. This create an option for applicant whose monthly output tax liability
ഡസ് നോട്ട് എക്സീഡ് 2.5 ലാക്ക്. നിങ്ങളുടെ മന്ത്ലി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 2 ലക്ഷത്തിൽ കൂടുതലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റൂൾ 14A പ്രകാരം അപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടും. അതായത് ചെറിയ ബിസിനസ് മാൻ, സ്മോൾ ടാക്സ് പേസ്, ആരാ സ്മോൾ ടാക്സ് പേസ്, മന്ത്ലി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡസ് നോട്ട് എക്സീഡ് 2.5 ലാക്സ്. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് രജിസ്ട്രേഷൻ എന്താ പറയുക, ഈ പറഞ്ഞ ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പിന്നെ രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ മെയിനായിട്ട് വന്ന അമെൻമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ ഓൺലി 2 അമെൻമെൻറ്റ്സ്. യു ക്യാൻ കോൾ ഇറ്റ് എസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് റൂൾ 14A ആണ്. കാരണം അത് നമ്മളോട് ചോദിക്കും അല്ലേ, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടും, വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ്. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് അടുത്തത് രജിസ്ട്രേഷൻ ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോമ്പോസിറ്റ് സ്കീമിലൊന്നുമില്ല. പിന്നുള്ള എക്സംഷൻ ചാപ്റ്ററിൽ എത്ര അമെൻമെൻറ്റ്സ് നോക്കാം നമുക്ക്. എക്സംഷൻ ചാപ്റ്ററിൽ ഹൗ മെനി അമെൻമെൻറ്റ്സ്. അപ്പോൾ ഇതിലല്ല. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞു. എക്സംഷൻ ചാപ്റ്ററിൽ 3 എണ്ണമാണ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. എക്സംഷൻ ചാപ്റ്ററിൽ അമെൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാരിറ്റബിൾ അവിടെ ഒന്നുമില്ല, ദർ ഓൾസ് നോ അമെൻമെൻറ്റ്സ്. അഗ്രികൾച്ചറൽ അമെൻമെൻറ്റ്സ് ഇല്ല, എഡ്യൂക്കേഷൻ അമെൻമെൻറ്റ്സ് ഇല്ല, ഹെൽത്ത് കെയർ സർവീസിൽ അമെൻമെൻറ്റ്സ് ഇല്ല, റെൻറ്റിങ്ങിൽ അമെൻമെൻറ്റ്സ് ഇല്ല, സർവീസസ് ബൈ ഗവൺമെൻറ് അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ ഏതാണ് സർവീസസ് ബൈ ഗവൺമെൻറ് അമെൻമെൻറ്റ്സ് ഇല്ല. ദെൻ സർവീസസ് ടു ഗവൺമെൻറ് അമെൻമെൻറ്റ്സ് ഇല്ല, സർവീസസ് കൺസ്ട്രക്ഷൻ സർവീസിൽ അമെൻമെൻറ്റ് ഇല്ല, പാസഞ്ചർ സർവീസസിൽ അമെൻമെൻറ്റ് ഇല്ല. പിന്നെ ഇവിടെ അമെൻമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസിൻ്റെ കേസിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു റോഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം GTA ആണെങ്കിൽ ടാക്സബിൾ ആണ് അല്ലേ. GT ആണെങ്കിൽ ടാക്സബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ GT അല്ലെങ്കിൽ എക്സംഷൻ കിട്ടും. ഇനിയിപ്പോൾ GT ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞതിനൊക്കെ എക്സംഷൻ കിട്ടും. പക്ഷേ ഇവർ പറയും നോ എക്സംഷൻ ഫോർ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ബൈ ഓർ ത്രൂ ECO. അത് ECO വഴിയാണെങ്കിൽ ഈ പറഞ്ഞ എക്സംഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ GTൻ്റെ ഒരു പ്രൊവിഷനും ആർക്ക് ബാധകമല്ല, ECO വഴിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നെങ്കിൽ, അത്രേ ഉള്ളൂ. ECO വഴിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നെങ്കിൽ യാതൊരുവിധ എക്സംഷനും ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, യെസ്. അതായത് GTയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ECO വഴിയാണ് നിങ്ങൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, പിന്നെന്താണ് ECO വഴി അത് GTയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് അടുത്തത് ഇതിലുള്ളത് ഇതല്ല ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്. ഇതിൽ ബാക്കി 2 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതർ എക്സംഷനിലേക്ക് ഇഫ് യു കം ടു അതർ എക്സംഷൻ. അപ്പോൾ അതർ എക്സംഷൻ്റെ കേസിൽ നമുക്കെല്ലാവർക്കും അറിയാം ലൈഫ് ഇൻഷുറൻസ് സർവീസസും ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് സർവീസസും ഉണ്ട്. ഈ ലൈഫ് ഇൻഷുറൻസ് സർവീസസിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സർവീസസ് ബൈ ലൈഫ് ഇൻഷുറൻസസിൻ്റെ കേസിൽ എക്സംഷൻ കിട്ടും. പക്ഷേ അതിൽ അപ്പോൾ നേരത്തെ ലൈഫ് ഇൻഷുറൻസിൽ ചില സ്കീംസ് മാത്രമായിരുന്നു എക്സംപ്റ്റഡ്, ഹെൽത്ത് ഇൻഷുറൻസിനും ചില സ്കീംസ് മാത്രമായിരുന്നു എക്സംപ്റ്റഡ്. പക്ഷേ ഇപ്പം എന്താക്കി മാറ്റി, ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം എന്താക്കി മാറ്റി, എക്സംപ്റ്റ് ആക്കി മാറ്റി. ഓക്കെ, ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം എക്സംപ്റ്റ് ആക്കി മാറ്റി. നൗ ലിസൺ എവരിവൺ ഹിയർ. അപ്പോൾ അതിൽ എന്താ പറയുക, വട്ട് വി സേ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം എന്താക്കി മാറ്റി, എക്സംപ്റ്റ് ആക്കി മാറ്റി. നൗ ലിസൺ എവരിവൺ ക്ലിയർലി. ഓക്കെ, അതിൽ പറയുന്നുണ്ട് സർവീസ് ബൈ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ബൈ ഇൻഷുറഡ് ടു ദ ഇൻഷുർഡ് വേർ ദ ഇൻഷുർഡ് ഈസ് നോട്ട് എ ഗ്രൂപ്പ്. അതാണ് ശ്രദ്ധിക്കുക. ഇവിടെയും നിങ്ങൾക്ക് കാണാം നോട്ട് എ ഗ്രൂപ്പ്. ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പറയാണ് ആ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ ഗ്രൂപ്പ് ആവാൻ പാടില്ല. അവിടെ തന്നെ ഒരു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എനിക്കും വൈഫിനും കുട്ടിക്കും എടുത്തിട്ടുണ്ട്, പിന്നെ ഉമ്മാക്ക് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് ബേസിക്കലി, അപ്പോൾ ഞാനും വൈഫും കുട്ടികളും അതൊരു ഗ്രൂപ്പാണോ? അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു അതല്ല. എക്സംഷൻ അപ്ലിക്കബിൾ ടു ഇൻഷുർഡ് ഇസ് എ ഇൻഡിവിജ്വൽ ഓർ ഇൻഡിവിജ്വൽ ഫാമിലി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഫാമിലി ഇൻക്ലൂഡ് ഓൾ ഇൻഡിവിജ്വൽ ഇൻഷുർഡ് ആസ് എ ഫാമിലി ഇൻ ദ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ ഗ്രൂപ്പായിട്ട് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഗ്രൂപ്പായിട്ട് വിളിക്കില്ല. പിന്നെ ആരാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൂ ഇസ് എ ഗ്രൂപ്പ് ഹിയർ അല്ലേ? മീനിങ് ഓഫ് ഗ്രൂപ്പ് നോക്കും നിങ്ങൾ. ഫോർ എക്സംഷൻ പർപ്പസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ജോയിൻ ടുഗെദർ. ശ്രദ്ധിക്കണം, ആ വേർഡ് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ലൈഫ് ഇൻഷുറൻസിനും ഹെൽത്ത് ഇൻഷുറൻസിനും എക്സംഷൻ കിട്ടൂല. എപ്പോൾ എക്സംഷൻ കിട്ടൂല? അവരൊരു ഗ്രൂപ്പാണെങ്കിൽ, അതായത് ആ പറഞ്ഞ റെസിപ്പിയൻ്റ് ഒരു ഗ്രൂപ്പാണെങ്കിൽ. പക്ഷേ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫാമിലി ഗ്രൂപ്പൊന്നും അതിൽ വരില്ല.
പിന്നെ അതിൽ പറഞ്ഞ വെച്ചാൽ ഗ്രൂപ്പ് മീൻസ് എന്താണ് പേഴ്സൺ ജോയിൻ ടുഗെദർ ഫോർ ദ കോമൺ പർപ്പസ് ഓർ കോമൺ എക്കണോമിക് ആക്ടിവിറ്റി, നോട്ട് മിയർലി ടു അവെയിൽ ഇൻഷുറൻസ്, നോട്ട് മിയർലി ടു അവെയിൽ ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി അറിയുമ്പോൾ നമ്മളിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ വൈഫ് കുട്ടി അല്ലേ അല്ലെങ്കിൽ ഉമ്മ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു എന്താണ് ഒരു ഗ്രൂപ്പ് ഒരു ഇൻഷുറൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ്, അല്ലാതെ ഒരു ഗ്രൂപ്പില്ല. അതർ ദാൻ ഫാമിലി ദർ ഇസ് നോ ഗ്രൂപ്പ് ആക്ച്വലി. അപ്പോൾ ഒരു ഇൻഷുറൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണെങ്കിൽ നമുക്കിനെ ഗ്രൂപ്പായിട്ട് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, ജോയിൻ ടുഗെദർ. അങ്ങനത്തെ ആളുകളെ നമുക്ക് ഗ്രൂപ്പായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ എംപ്ലോയി അതൊരു ഗ്രൂപ്പാണ്. അപ്പോൾ എംപ്ലോയിൻ്റെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി എംപ്ലോയി അല്ല, ഇപ്പോൾ ക്ലബ്ബ് അസോസിയേഷൻസ് അല്ലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ക്ലബ്ബ് എന്ത് ചെയ്യണം, ക്ലബിൻ്റെ മെമ്പേഴ്സിന് എല്ലാം കൂടെ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണ്, അതും ടാക്സബിൾ ആണ്, കാരണം അതൊക്കെ ഗ്രൂപ്പിൽ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ എക്സംപ്റ്റ് ആണ്. പക്ഷേ എങ്കിൽ എന്താ മനസ്സിലാക്കണം, നമ്മളുടെ അതായത് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എക്സംപ്റ്റ് ആണ്, പക്ഷേ ഗ്രൂപ്പ് ആകാൻ പാടില്ല, റെസിപ്പിന് ഗ്രൂപ്പ് ആകാൻ പാടില്ല. ഗ്രൂപ്പ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫാമിലി ഗ്രൂപ്പ് കുഴപ്പമില്ല, പക്ഷേ ബാക്കിയുള്ള എംപ്ലോയി ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നോൺ എംപ്ലോയി ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ക്ലബ്ബ് അസോസിയേഷൻസൊക്കെ അതൊക്കെ ഗ്രൂപ്പാണ്, അത് ടാക്സബിൾ ആണ്. അപ്പോൾ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ ഈ അമെൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ, പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് സീ വാട്ട് ഈസ് ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എക്സാം ചാപ്റ്ററിൽ 3 അമെൻമെൻറ്റ്സ് കണ്ടു അല്ലേ. ഒന്ന് നമ്മളുടെ ഫസ്റ്റ് GTMI ബന്ധപ്പെട്ട് ചെറിയൊരു അമെൻമെൻ്റ് ആണ്, ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ ആകെ ഒരൊറ്റ അമെൻമെൻ്റ് ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ നമ്മൾ 5 സിറ്റുവേഷൻസ് ഉണ്ട് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. വൗച്ചേഴ്സ് എന്നൊരു സാധനം ഉണ്ട്, വൗച്ചേഴ്സ് എന്നുള്ള സംഭവം ഉണ്ട് അല്ലേ. സോ വൗച്ചറിൻ്റെ ടൈം ഓഫ് സപ്ലൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇഫ് ദാറ്റ് സപ്ലൈ ഐഡൻറ്റിഫയബിൾ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ വൗച്ചർ അല്ലേ. പക്ഷേ ഇപ്പം എന്താക്കി, അവരത് റിമൂവ് ചെയ്തു, ആ വൗച്ചറിൻ്റെ പ്രൊവിഷൻ റിമൂവ് ചെയ്തു, ഗുഡ്സിന്ന് റിമൂവ് ചെയ്തു, സർവീസിന് റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, സാർ അതെന്താ സംഭവം? അതിൻ്റെ കാരണം മനസ്സിലാവണമെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാരിഫിക്കേഷനിൽ പറയുന്നുണ്ട് വൈ അല്ലേ. അപ്പോൾ GST ഓൺ വൗച്ചേഴ്സ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് പറയുക, ഇപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ എന്താണ് ഡീറ്റെയിൽ പഠിക്കണം നിർബന്ധമല്ല, കാരണം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. വൗച്ചർ എന്തല്ല, സപ്ലൈ അല്ല അല്ലേ, വൗച്ചർ സപ്ലൈ അല്ല. അപ്പോൾ പിന്നെന്താ പറയുക, പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫുൾ വിത്ത് എക്സാമ്പിൾസ് നമ്മൾ അമെൻമെൻറ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റൺ ഇൻ ടു സം 3-4-5 hours ഒക്കെ. അപ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കും പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കോൺസെപ്റ്റ് പറയാം, നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് വായിക്കുക. പിന്നെ മാത്രമല്ല ഈ വൗച്ചറിൻ്റെ ഈ ഒരു ക്ലാരിഫിക്കേഷൻ 2024 വന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ അമെൻമെൻറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞതുമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, എനിവേ സോ പിന്നെ എന്താണ് പറയുക ഓക്കെ. അപ്പോൾ വൗച്ചറിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വൗച്ചറിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ വൗച്ചർ ഇപ്പോൾ സപ്ലൈ അല്ല, വൗച്ചർ ഈസ് നോട്ട് എ സപ്ലൈ, അതാണ് എൻ്റെ അർത്ഥം. വൗച്ചർ സപ്ലൈ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക്കലി എന്താണ് പറയുക, അത് സപ്ലൈ അല്ലാത്തത് അല്ലേ, സോറി അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ കണ്ടെത്താത്തത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ക്ലാരിഫിക്കേഷൻ മുമ്പത്തെ ക്ലാരിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മാരത്തണിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് മാരത്തണിൽ നമ്മൾ വീണ്ടും എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ടൈം ഓഫ് സപ്ലൈയിൽ ഓർത്തിരിക്കേണ്ടത്, വൗച്ചറിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട. റീസൺ വൗച്ചർ ഈസ് നോട്ട് സപ്ലൈ. ആ ക്ലാരിഫിക്കേഷൻ മുമ്പേ വന്നതാണ്. ഇപ്പോൾ അവരെന്ത് ചെയ്തു, വൗച്ചർ എന്നതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എടുത്ത് ഒഴിവാക്കി, അത് വേണ്ട. ഓക്കെ, ഇനി പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. അതിൽ അമെൻമെൻറ്റ്സ് ഒന്നുമില്ല, സോ ഹാപ്പി അല്ലേ, അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഒരു അമെൻമെൻറ്റ്സും നമുക്കില്ല. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്റർ. വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ 3 അമെൻമെൻറ്റ്സ് ഉണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഈ ക്ലാരിഫിക്കേഷൻ വല്ലാതെ എന്താ പറയുക, ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ.
അത് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് അത്രത്തോളം സമയം ഇവിടെ കളഞ്ഞു കഴിഞ്ഞാൽ, കാരണം ക്ലാരിഫിക്കേഷൻ അങ്ങനെ അങ്ങോട്ട് വലിയ ക്ലാരിഫിക്കേഷൻ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മാരത്തോണും ഡിസ്കസ് ചെയ്യും. പക്ഷേ ഒരു അമെൻമെൻറ്റ് വീഡിയോയിൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് അത്രത്തോളം നമുക്ക് ഡീറ്റെയിൽഡ് കവർ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കാം, ശ്രദ്ധിക്കാം. ഇപ്പോൾ അപ്പോൾ ഇതിൽ 3 അമെൻമെൻറ്റ്സിൽ ഒന്നാമത്തെ അമെൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അമെൻമെൻറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കൗണ്ടൊക്കെ കസ്റ്റമർക്കൊക്കെ നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത്, അത് ആഫ്റ്റർ സപ്ലൈ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ ഇപ്പോൾ ഇല്ല, അത്രേ ഉള്ളൂ. ആ കണ്ടീഷൻ എന്താ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അതാ പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അതാണ് ഒരു അമെൻമെൻറ്റ്, ഒരു സാധനം ഇല്ലാതാക്കിയതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നത്തെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് അത്യാവശ്യം വലിയ ക്ലാരിഫിക്കേഷനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ റെഗുലർ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു അത് തന്നെ ഞാൻ 3/4 മണിക്കൂറോളം ഡിസ്കസ് ചെയ്ത ക്ലാരിഫിക്കേഷനാണ്. അതായത് 3/4 മണിക്കൂർ, ഇത് സെപ്പറേറ്റ് വീഡിയോ റെക്കോർഡ്. അതായത് റെഗുലർ ക്ലാസ്സിൽ എൻ്റെ എല്ലാ ക്ലിപ്സും ചെറിയ ക്ലിപ്സ് ആയിരിക്കും, 15 മിനിറ്റിൻ്റെ ചെറിയ ക്ലിപ്സ്, 15 മാക്സിമം അരമണിക്കൂർ. അപ്പോൾ അതിൽ 3/4 മണിക്കൂറോളം ഇരുന്ന് ഡിസ്കസ് ചെയ്തൊരു ക്ലാരിഫിക്കേഷനാണ് ഈ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ അത് പുതിയ ക്ലാരിഫിക്കേഷനാണ്, GST ട്രീറ്റ്മെൻറ്റ് ഓൺ സെക്കൻഡറി ഓർ പോസ്റ്റ് സെയിൽസ് ഡിസ്കൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മാരത്തണിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം, അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നെന്ത് ചെയ്യാം എന്ന് മനസ്സിലാക്കുക. വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ വലിയൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് മറ്റൊരു ഇത്. പിന്നെ ഇതിൽ മറ്റൊരു അമെൻമെൻ്റ് എന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഫൈനൽ സ്റ്റുഡൻസ് ആണ് ഇത് നോക്കേണ്ടത്, അല്ലെങ്കിൽ CMA ഇൻ്റർ സ്റ്റുഡൻസ്. കാരണം CMA ഇൻ്ററിനും വാല്യുവേഷൻ റൂൾസ് ഉണ്ട്, CA ഇൻ്ററിനില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോട്ടറീൻ്റെ വാല്യൂ എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോൾ 500 രൂപ ലോട്ടറി വാങ്ങുകയാണെങ്കിൽ 500 രൂപ അതിൻ്റെ വാല്യൂ അല്ല, അതിൽ GST ഇൻക്ലൂഡാണ്. അത് നേരത്തെ 28% ഇപ്പോൾ 40% ആക്കി. അപ്പോൾ നമ്മളതിൻ്റെ വാല്യൂ കണ്ടെത്തുമ്പോൾ 500 ഡിവൈഡ് ബൈ 140 × 100 ചെയ്യണം. നേരത്തെ 128 ആയിരുന്നു, ആ 128 മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി മാറ്റി, 140 ആക്കി മാറ്റി. അതും ക്വസ്റ്റ്യനിൽ നിർബന്ധമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ബി കെയർഫുൾ. ഇത് സിമ്പിൾ അമെൻമെൻ്റ് ആണെങ്കിലും ദേ ക്യാൻ ഈസിലി ടെസ്റ്റ്. സോ ബി കെയർഫുൾ ബഡീസ്, അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത്രയുള്ള വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ നിങ്ങൾക്കുള്ള അമെൻമെൻറ്റ്സ്. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്റർ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് വെച്ചാൽ റിട്ടേൺസ് ചാപ്റ്ററാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ റിട്ടേൺസ് ചാപ്റ്റർ അമെൻമെൻറ്റ്. അപ്പോൾ റിട്ടേൺസ് ചാപ്റ്ററിൽ 3 അമെൻമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആവറേജ് ആയിട്ടുള്ളൊരു അമെൻമെൻ്റ് ആണ്, അല്ലാതെ എക്സാംസിൽ അത്രത്തോളം ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അമെൻമെൻറ്റ്സ് അല്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിട്ടേൺസ് ചാപ്റ്റർ അമെൻമെൻറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ അമെൻമെൻ്റ് ആയിട്ട് കൂട്ടണ്ട. പിന്നെ ഫസ്റ്റ് അമെൻമെൻറ്റ് ഇതാണ്, ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം, IMS. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ലിസൺ എവരി വൺ ഹിയർ. പണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഒരു സപ്ലയർ, ഈ സപ്ലയർ എന്ത് ചെയ്യും, GSTR 1 ഫയൽ ചെയ്യും. GSTR 1 ഫയൽ ചെയ്താൽ എന്താ സംഭവിക്കും, നമ്മൾ നേരെ നമ്മുടെ GSTR 2B അത് റിഫ്ലക്റ്റ് ആവും, അല്ലേ? GSTR 2B റിഫ്ലക്റ്റ് ആവും. സോ നമ്മളുടെ 2B നമുക്ക് അത് 2B നേരെ 3B റിഫ്ലക്റ്റ് ആവും. പക്ഷേ ഈ 2B വന്ന ചില ITs നമുക്ക് എടുക്കാൻ പറ്റാത്ത ITs ഉണ്ടാവും, പല പ്രശ്നങ്ങളുടെ ITs ഉണ്ടാവും. പക്ഷേ 3B എല്ലാം വരും. 2B വന്നൊക്കെ 3B റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ 3B പോയി എഡിറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻ കൊണ്ടുവന്നു, അതാണ് IMS. ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻ കൊണ്ടുവന്നു. അതായത് സപ്ലയർ GSTR 1 ഫയൽ ചെയ്യുന്ന സമയത്ത് അത് ആദ്യം IMS വരും. IMS നമുക്ക് 3 ഓപ്ഷൻ തരും. ഓക്കെ, IMS നമുക്ക് 3 ഓപ്ഷൻ തരും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വി ക്യാൻ പുട്ട് ഇറ്റ് ആസ് എന്താണ് അക്സെപ്റ്റ്, റിജക്റ്റ്, പെൻഡിങ്. 3 ഓപ്ഷൻ ഉണ്ടാവും. അതായത് സപ്ലയറുടെ GSTR 1 എന്ന് വന്ന ഡീറ്റെയിൽസ് IMS റിഫ്ലക്റ്റ് ആവും. IMS നമുക്കിത് ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വെക്കാം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് 2B വരുള്ളൂ. 2B വന്നാൽ അത് 3B ചെല്ലും. അപ്പോൾ നമുക്ക് 3B ഇപ്പോൾ ഫ്രഷായി ഫിൽട്ടറായി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അതാണ് IMSൻ്റെ ഇത്. പിന്നെ റിജക്റ്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്തു, ഇനി 2B വരില്ല, അവിടെ തന്നെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ കൺഫ്യൂഷനിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലേ? കാരണം പിന്നെ പെൻഡിങ്, നമുക്കിപ്പോൾ സപ്ലയർ എന്താ പറയുക, ഗുഡ്സ് കിട്ടിയിട്ടില്ല,
അങ്ങനത്തെ കേസൊക്കെ. അപ്പോൾ നമുക്ക് പെൻഡിങ്ങിലേക്ക് വെക്കാം, ആ ഗുഡ്സ് വരുന്നവരെ പെൻഡിങ്ങിലേക്ക് വെക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുവരെ നമുക്ക് പെൻഡിങ് വെക്കാം, എന്നിട്ട് ശേഷം മാത്രം ITs എടുത്താൽ മതി. ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, പ്രാക്ടിക്കലിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ കൺഫ്യൂഷനാണ്. നമ്മളെല്ലാവരും എന്താ ചെയ്യുക, 2Bയിൽ വന്നൊക്കെ 3Bയിൽ വരും, 3Bയിൽ വന്ന് നമ്മൾ ITs എടുക്കും. പിന്നെ ആയിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ വരിക, നമുക്ക് എടുക്കാൻ പറ്റാത്ത ITs എടുത്ത് അതിൻ്റെ പെനാൽറ്റി ഒക്കെ വരിക. അപ്പം അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയാണ് IMS, ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള സംഭവം. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റി. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എക്സാമിൽ ചോദിക്കുമെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനത്തെ അതിനുള്ളൊരു ടോപ്പിക് ഇല്ല. ബട്ട് സ്റ്റിൽ പ്രാക്ടിക്കലി നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് IMS. ഓക്കെ, ഫൈൻ. അപ്പോൾ അതാണ് ഒരു അമെൻമെൻറ്റ്. പിന്നെ മറ്റൊരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, ദിസ് ഈസ് അനദർ അമെൻമെൻറ്റ്, നോൺ എഡിറ്റബിൾ ഇൻ്റർസ്റ്റേറ്റ് ഡാറ്റ. ഫ്രം November 2025 onwards, value in table 3.2 of GSTR through be auto-populated from GSTR1 or IFF are a non-editable. അതായത് നമ്മളുടെ സാധാരണ GSTR 3B നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ GSTR 3Bയിൽ ഇൻ്റർ സ്റ്റേറ്റ് ഡാറ്റയുമായി ബന്ധപ്പെട്ട കേസുകൾ, നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത ആളുകൾക്കറിയാം, GSTR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ GSTR 1 നമ്മൾ സെയിൽസ് ആണല്ലോ കാണിക്കുക. ഈ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് GSTR 3Bയിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരിക ചെയ്യാം. അപ്പോൾ ശരിക്കും GSTR 3B കംപ്ലീറ്റ്ലി ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ടുള്ളൊരു ഫോമാണ്. GSTR 3B കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കലി വരുന്നൊരു ഫോമാണ്. കാരണം സെയിൽസ് GSTR 1 വരും, പർച്ചേസ് GSTR 2B വരും, പ്ലസ് അതിൻ്റെ ITC. അപ്പോൾ ശരിക്കും എന്താണ് പറയുക, GSTR 1 കറക്റ്റാണ്, അതുപോലെ 2B കറക്റ്റ് ആണെങ്കിൽ പിന്നെ 3B ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഫയൽ ചെയ്താൽ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് 1ൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും 3Bയിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പറയുകയാണ്, ഇൻ്റർ സ്റ്റേറ്റ് ഡാറ്റയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ, അപ്പോൾ പിന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GSTR 1 വഴി മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, 3B പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പാടില്ല, 3Bയിൽ എഡിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് 1ൽ ഇൻ്റർ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വല്ല ഡാറ്റാസ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ യു ഹാവ് ടു സബ്മിറ്റ് GSTR 1 ആൻഡ് റെക്ടിഫൈ ഇറ്റ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ GSTR 1 വേറെ ഫിഗറും 3Bയിൽ വന്നിട്ടത് മാറ്റുന്ന പരിപാടി നടത്തൂല, അത് ഞാൻ നടത്തൂല. ഓക്കെ, സോ ദാറ്റ് യു ഹാവ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അതാണ് പുതിയൊരു അമെൻമെൻറ്റ്. ഓക്കെ, പിന്നെ മറ്റൊരു അമെൻമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലിസൺ, ശ്രദ്ധിക്കാം. എന്താണ് അടുത്ത അമെൻമെൻറ്റ്? റിട്ടേൺ ചാപ്റ്ററിൽ മറ്റൊരു അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടിയാണ് ആനുവൽ റിട്ടേൺ. ആര് മാത്രം ഫയൽ ചെയ്താൽ മതി? അഗ്രഗേറ്റ് ചെയ്യണവർ 2 കോടിൻ്റെ മുകളിൽ ആളുകൾ മാത്രം ചെയ്താൽ മതി. 2 കോടിൻ്റെ മുകളിൽ ആളുകൾ മാത്രം ചെയ്താൽ മതി, അല്ലേ? ഓക്കെ, ഇപ്പോൾ 2 കോടിൻ്റെ മുകളിൽ ആളുകൾ മാത്രം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അതും നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. പിന്നെന്താ, അത്രേ ഉള്ളൂ. അതാണ് റിട്ടേൺസ് ചാപ്റ്ററിലുള്ള അമെൻമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ റിട്ടേൺസ് ചാപ്റ്ററിൽ അമെൻമെൻറ്റ്സ് എത്രയാണ്? ദാറ്റ് ഈസ് 3 അമെൻമെൻറ്റ്സ്. ഒന്ന് ഏതാണെന്ന് വെച്ചാൽ, അതായിരുന്നു ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞത് അത് അമെൻമെൻ്റ് ആയിട്ട് കൂട്ടണ്ട, ശരിക്കും അപ്പോൾ 2 എണ്ണമായിട്ട് കൂട്ടി. ഏതൊക്കെ അമെൻമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞത്? റിട്ടേൺസ് ചാപ്റ്ററിൽ ഏതൊക്കെ 3 അമെൻമെൻറ്റ്സ് പറയും? 1 ഈസ് IMS ഉണ്ട്, ഓക്കെ കറക്റ്റ്. ഇതൊക്കെ ഈ 3 എണ്ണം. ഒന്ന് നമ്മൾ IMS, പിന്നെ നമ്മളുടെ ഈ പറഞ്ഞത് നോൺ എഡിറ്റബിൾ ആക്കി മാറ്റി, പിന്നെ GSTR 2ൻ്റെ ലിമിറ്റ് 2 crore, അല്ലേ? അത് ആ 3 അമെൻമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ITC ചാപ്റ്ററാണ്. ITC ചാപ്റ്ററിൽ പ്രത്യേകിച്ച് വലിയൊരു അമെൻമെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് നോക്കാം. ITC ചാപ്റ്ററിൽ ഒരു പിന്നെ വട്ട് വി സേ 3 അമെൻമെൻറ്റ്സ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക്ഡ് ITCയിലാണ് ഫസ്റ്റ് അമെൻമെൻറ്റ്സ്. അതായത് ബ്ലോക്ക്ഡ് ITC നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ബ്ലോക്ക്ഡ് ITCയിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ഈസ് ദ അമെൻമെൻറ്റ് ഈസ് ദാറ്റ്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ബ്ലോക്ക്ഡ് ITCയിൽ വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ബ്ലോക്ക്ഡ് ആണ്. എക്സെപ്ഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിന് തൊട്ട് താഴെ കൺസ്ട്രക്ഷൻ ഓഫ് ഇമോ പ്രോപ്പർട്ടിയും ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സെപ്ഷനിൽ പ്ലാന്റ് ഓർ മെഷീനറി ആയിരുന്നു.
പ്ലാന്റ് ഓർ മെഷീനറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോടതി വിധി നിന്നൊക്കെ GST ഡിപ്പാർട്ട്മെൻറ്റ് കുറേ പണി കിട്ടി. പ്ലാന്റ് ഓർ ആയതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ പോലും ITC എടുക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെ ഒരു വിധി വന്നു. അപ്പോൾ ഗവൺമെൻറ് നേരെ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യണം, ഓറുള്ളത് ആൻഡാക്കി വായിക്കണം. ഇവിടെയും ആൻഡ് തന്നെയാണ്, ഓറല്ല, ഓർ ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അപ്പോൾ സോറി എനിക്ക് കൂട്ടുപോയായിരുന്നു. ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതാണ് പ്രശ്നം. ഓക്കെ, സോ പിന്നെ വട്ട് ബി സേ എന്താ പറഞ്ഞേ അതായത് പ്ലാന്റ് ഓർ മെഷീനറി എന്നുള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം. വേറൊന്നുമില്ല, അത് വലിയൊരു അമെൻമെൻ്റ് ഒന്നുമല്ല. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നെക്സ്റ്റ് അമെൻമെൻ്റ് എന്ന് വെച്ചാൽ ഈ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ CA ഇൻ്ററിന് ബാധകമല്ല കേട്ടോ. CA ഇൻ്ററിന് ഈ അമെൻമെൻറ്റ് ബാധകമല്ല. ദിസ് ഇസ് അപ്ലിക്കബിൾ ഫോർ CA ഫൈനൽ, CMA ഫൈനൽ ആൻഡ് CMA ഇൻ്റർ. അതായത് IST എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, ബാക്കിയുള്ളവർ ജസ്റ്റ് കേട്ടാൽ ഒന്നും നോക്കണ്ട. അതായത് IST എന്ന ഒരു ഹെഡ് ഓഫീസ് പോലത്തെയാണ്. ആ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും, അവർ ബ്രാഞ്ച് ഓഫീസുകൾക്ക് ITC ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ പറയുന്നത് RCMലുള്ള ITC വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അമെൻമെൻറ്റ്. അപ്പോൾ ISTക്ക് RCM പ്രകാരം വല്ല ITC ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. പിന്നെ പണിയോ ഫുൾ ഉറക്കം വരുന്നു, അയ്യോ അല്ലേ, നേരത്തെ എണീക്കേണ്ടിയില്ല. ഞാനിത് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ എണീറ്റാണ്. ഓക്കെ, സോ അത് പുലർച്ചെ നമുക്ക് നോമ്പിന് വേണ്ടിയിട്ട് എണീറ്റാണ്. പിന്നെ അപ്പോൾ ഉറങ്ങാതെ അങ്ങോട്ട് എന്താ പറയുക, റെക്കോർഡ് ചെയ്ത് തീർക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഉറക്കം വരും വിചാരിച്ചില്ല, കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഐ വിൽ ട്രൈ, അല്ലേ, ഞാൻ ആക്റ്റീവായിട്ടിരിക്കട്ടെ. ഓക്കെ, സോ IST ഷാൾ ഡിസ്ട്രിബ്യൂട്ട് ദ ക്രെഡിറ്റ് ഓൺ ദ കോമൺ ഇൻപുട്ട് സർവീസസ്, കോമൺ ഇൻപുട്ട് സർവീസ് റിസീവർ. അതായത് ISTക്ക് വേറെ ഓപ്ഷനില്ല, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, IST അവരുടെ ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതും ഒരു അമെൻമെൻറ്റാണ്. അപ്പോൾ അതത്ര വലിയ അമെൻമെൻ്റ് അല്ല, ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് RCM പ്രകാരമുള്ള ITCയും എന്ത് ചെയ്യാം, ISTക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതാണ് ഒരു അമെൻമെൻറ്റ്. പിന്നെ ഒരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇത് മാൻഡേറ്ററി ഫ്രം 1st April 2025. അതായത് നമുക്ക് പണ്ട് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ട്, ഇപ്പോൾ എൻ്റെ റെക്കോർഡ് ക്ലാസ്സോ അല്ലെങ്കിൽ ഏത് ക്ലാസ്സോ, ഓഫ്ലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ആണെങ്കിലും ISTൻ്റെ കേസിൽ കഴിഞ്ഞ അറ്റംപ്റ്റ് വരെ നമുക്ക് ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ISTക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അവർക്ക് IST എന്ന രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർക്ക് ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചാർജ് ചെയ്യാം. ക്രോസ് ചാർജ് ചെയ്താൽ IST എന്ത് ചെയ്യാം, ബ്രാഞ്ചുകൾക്കൊരു ഇൻവോയ്സ് അടിക്കാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ ഇനി മുതൽ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷൻ നിങ്ങൾ എന്താണെന്ന് പഠിക്കേണ്ട. ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ല, ആ ക്രോസ് ചാർജ് മെത്തേഡ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒരു ഹെഡ് ഓഫീസിന് ബ്രാഞ്ച് ഓഫീസിലേക്ക് ITC കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, IST ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പഠിക്കണ്ട, ആ ഓപ്ഷൻ ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ITC. അപ്പോൾ ITCയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പഠിക്കാനല്ല. ഒന്ന് ആ ബ്ലോക്കഡ് ITCയിൽ ഓറ് മാറ്റിയിട്ട് ആൻഡാക്കി, അതാണ് ഒരു അമെൻമെൻറ്റ്. മറ്റൊന്ന് പിന്നെ 2 ISDയിലാണ്. ISTൻ്റെ കേസിൽ RCMൽ കൊടുത്ത ITC വരെ എന്ത് ചെയ്യാം, ISTക്ക് ITC ക്ലെയിം ചെയ്യാം. പിന്നെ 3ാമത്തെ അമെൻമെൻറ്റ്, പിന്നെ എന്താണ് പറയുക, നേരത്തെ നമുക്ക് ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്രോസ് ചാർജ് മെക്കാനിസം എന്നൊരു മെക്കാനിസം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിൽ. ടാക്സ് ഇൻവോയ്സിൽ 7 അമെൻമെൻറ്റ് അല്ലേ, അത് പക്ഷേ അത്ര ഒരു ആവറേജ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റാണ്, പക്ഷേ വെരി ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടാക്സ് ഇൻവോയ്സിലെ അമെൻമെൻറ്റ്. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിൽ അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ അതിൽ 1ാമത്തെ അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലെറ്റ്സ് സീ ബഡീസ്, എന്താണ് 1ാമത്തെ അമെൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ, ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് RCM പർച്ചേസ്. RCMൻ്റെ കേസിൽ ആരാണ് ഇൻവോയ്സ് അടിക്കേണ്ടത് പറയും. RCMൻ്റെ കേസിൽ ആരാണ് ഇൻവോയ്സ് അടിക്കേണ്ടത്? RCMൻ്റെ കേസിൽ ഇൻവോയ്സ് അടിക്കുക ആരാന്ന് വെച്ചാൽ, ബട്ട് വീസ് ഒന്ന് നമ്മളുടെ സപ്ലൈ രജിസ്റ്റേർഡ് ആണെങ്കിൽ സപ്ലയർ ആണ് ഇൻവോയ്സ് അടിക്കുക. സപ്ലൈ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ആണ് ഇൻവോയ്സ് അടിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ സപ്ലയർ ആണ് ഇൻവോയ്സ് അടിക്കുക. സപ്ലൈ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ആണ് ഇൻവോയ്സ് അടിക്കുക. നൗ ലിസൺ, അപ്പോൾ ഈ സപ്ലൈ രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് സപ്ലൈ നോട്ട് രജിസ്റ്റേർഡ് ഇൻക്ലൂഡ് എന്താണ് ദ പേഴ്സൺ ഹൂ ടേക്കൺ രജിസ്ട്രേഷൻ സോൺലി ഫോർ ദ പർപ്പസ് ഓഫ് TDS. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളെല്ലാവരും സെക്ഷൻ 15 പഠിച്ചിട്ടുണ്ട്, TDS ചാപ്റ്റർ. TDS എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ആളുകളും പിന്നെ മെറ്റൽ സ്ക്രാപ്പൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? TDS കിട്ടണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, TDS എന്നുള്ള പർപ്പസിന് വേണ്ടി മാത്രം രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണെങ്കിൽ അവരും ശരിക്കും രജിസ്റ്റേർഡ് പേഴ്സണാണ്, അവർക്ക് GST നമ്പറൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് കൂട്ടണ്ട. അപ്പോൾ നമ്മൾ അവർക്ക് അല്ലെങ്കിൽ സർവീസൊക്കെ വാങ്ങുന്ന സമയത്ത് RC വരികയാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ആണെങ്കിൽ നമ്മളാണ് റെസിപ്പിയൻ്റാണ് നമ്മൾ എന്താണ് ടാക്സ് ഇൻവോയ്സ് കൊടുക്കേണ്ടി വരിക. ഐ ടെൽ യു വൺസ് അഗൈൻ എന്താണ് ഈ പോയിന്റ് പറയുന്നത് വെച്ചാൽ, RCMൻ്റെ കേസിൽ ആരാണ് ഇൻവോയ്സ് കൊടുക്കുക? ഡിപ്പെൻസ് ഓൺ വെദർ സപ്ലയർ രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ്. സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ സപ്ലയർ തന്നെ ഇൻവോയ്സ് അടിക്കണം. സപ്ലയർ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ റെസിപ്പിയൻ്റാണ് ഇൻവോയ്സ് അടിക്കുക. ഇതാണ് സംഭവം. അപ്പോൾ ഈ രജിസ്റ്റേർഡ് അല്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ ആരെ കൂട്ടും? TDSന് വേണ്ടി മാത്രം രജിസ്ട്രേഷൻ എടുത്ത ആളാണെങ്കിൽ അവരെ രജിസ്റ്റേർഡ് ആയിട്ട് കൂട്ടില്ല. അവരും ഇവിടെ തന്നെ വരും ഈ ആൾ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ അമെൻമെൻറ്റ്. രണ്ടാമത്തെ അമെൻമെൻറ്റ് എന്താ നമുക്ക് നോക്കാം. സെക്കൻഡ് അമെൻമെൻറ്റ്. 7 അമെൻമെൻറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ സെക്കൻഡ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ, യു നോ ദാറ്റ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തത് എന്താ വെച്ചാൽ, ദ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ദ സപ്ലയർ ഓൺ ദ ഇഷ്യൂ ഓഫ് ക്രെഡിറ്റ് നോട്ട് വിൽ ബി മെയ്ഡ് ഓൺലി ഇഫ് ദ റെസിപ്പിയന്റ് ഹൂ അവൈൽഡ് ITC റിവേഴ്സൽ സച്ച് ITC ആൻഡ് ദ ഇൻഷുറൻസ് ഓഫ് ടാക്സ് നോട്ട് ബിൻ പാസ്ഡ് ടു അനദർ പേഴ്സൺ. അതായത് ഒരു സപ്ലയർ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വാല്യൂ കുറയും, ഔട്ട്പുട്ട് ടാക്സ് കുറയും. പക്ഷേ ഗവൺമെൻറ് ഒരു കണ്ടീഷൻ വെച്ചു, വെറുതെ അങ്ങോട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് റെസിപ്പിയൻറ്റിൻ്റെ ആ ക്രെഡിറ്റ് നോട്ട് നിങ്ങൾ ആർക്കാണോ ഇഷ്യൂ ചെയ്തത് ആ റെസിപ്പിയൻ എന്ത് ചെയ്യണം? അതിൻ്റെ ITC റിവേഴ്സ് ചെയ്യണം. നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ പഠിച്ച പോലെ. അപ്പോൾ വെറുതെ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് കാര്യമില്ല, റെസിപ്പിയൻറ്റ് അതിൻ്റെ ITC റിവേഴ്സ് ചെയ്യണം. എന്നാൽ മാത്രമേ സപ്ലയറുടെ ഔട്ട്പുട്ട് ടാക്സ് കുറയാൻ പറ്റുകയുള്ളൂ. അത്രേ ഉള്ളൂ. ക്രെഡിറ്റിംഗ്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ക്രെഡിറ്റ് നോട്ട്? നമ്മുടെ വാല്യൂവിനെ കുറയ്ക്കുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. വാല്യൂ കുറയുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് കുറയും. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് അതൊക്കെ കുറയും. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ റെസിപ്പിയൻ എന്ത് ചെയ്യണം? അത് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അവരെന്ത് ചെയ്യണം? ITC റിവേഴ്സ് ചെയ്യണം. എന്നാൽ മാത്രമേ സപ്ലയറുടെ ഔട്ട്പുട്ട് ടാക്സ് കുറച്ച് തരുള്ളൂ. ഇതാണ് ഒന്നാമത്തെ അമെൻമെൻറ്റ്. രണ്ടാമത്തെ അമെൻമെൻറ്റ്, അണ്ടർ IMS ടാക്സ് പെയർ ക്യാൻ മാർക്ക് ദ ക്രെഡിറ്റ് നോട്ട് ആസ് പെൻഡിങ് ഫോർ ദ 1 ടാക്സ് പീരീഡ് അലോങ് ടെമ്പററി ഡെഫേർമെൻറ്റ് ഓഫ് ITC അഡ്ജസ്റ്റ്മെൻറ്റ് ടു മാനേജ് ഡിസ്പ്യൂട്ട് ആൻഡ് മിസ്മാച്ച് എഫക്റ്റീവ്ലി. അത് ശരിക്കും ഇവിടെ നമ്മൾ പഠിക്കണം നിർബന്ധമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചാണ് എന്താണ് IMS. അപ്പോൾ IMSൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് നോട്ടിനെ എന്ത് ചെയ്യാം? പെൻഡിങ്ങിലേക്ക് വെക്കാം അല്ലെ? ക്രെഡിറ്റ് നോട്ടിന് പെൻഡിങ്ങിലേക്ക് വെക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. പിന്നെ അടുത്തെന്താണെന്ന് വെച്ചാൽ, സോ ദാറ്റ് ഈസ് വാട്ട് എന്താ പറയുക, ഓക്കെ സോ അതാണ് നമ്മളുടെ എന്താണ് പറയുക രണ്ടാമത്തെ മൂന്നാമത്തെ അമെൻമെൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ അമെൻമെൻറ്റ് വി ഓൾറെഡി ഡിസ്കസ്. സെക്കൻഡ് അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, ക്രെഡിറ്റ് നോട്ടിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് റെസിപ്പിൻ്റെ ITC റിവേഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് ഔട്ട്പുട്ട് ടാക്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ. മറ്റൊരു അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് നോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പെൻഡിങ് ആക്കി പറ്റാം. IMSൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ പെൻഡിങ് ആക്കി വെക്കാം. ഓക്കെ. പിന്നെ അടുത്ത അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലെറ്റ്സ് സീ ബട്ട് ഈസ് നെക്സ്റ്റ് അമെൻമെൻറ്റ്. ശ്രദ്ധിക്കാം, ഈ ഇൻവോയ്സ് റിപ്പോർട്ടിംഗ് 30 days ലിമിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ ഇൻവോയ്സ്. ഇലക്ട്രോണിക് ഇൻവോയ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു എന്താണ് ബില്ലടിക്കും, ആ ബില്ലിൻ്റെ ഒരു കോപ്പി എങ്ങോട്ട് അയക്കും? IRPയിലേക്ക് അയക്കും അല്ലേ? IRP പറയുമ്പോൾ ഈ 10 വെബ്സൈറ്റാണ് IRP. അപ്പോൾ IRPയിലേക്ക് അയക്കും. അപ്പോൾ ഈ 10 വെബ്സൈറ്റുകളെ വിളിക്കുന്ന പേരാണ് IRP. ഓൾറൈറ്റ്, നൗ ലിസൺ എവരി വൺ ഹിയർ. ഇതിനൊരു ലിമിറ്റ് വെച്ചു. പണ്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ബില്ലടിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് IRPയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. സാധാരണ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യും, പക്ഷേ ഡിലേ വന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവരെന്ത് ചെയ്തു? മാക്സിമം 30 days കൊണ്ടുവന്നു റിപ്പോർട്ടിംഗ് പീരീഡ്. അതായത് IRPയിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാക്സിമം എന്ത് ചെയ്യണം? 30 daysനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണൊന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിന് 30 daysന് ശേഷം ഓട്ടോ റിജക്റ്റ് ആവും. പിന്നെ റിലീഫ് നോട്ട് അപ്ലിക്കബിൾ ടു ടാക്സ് പെയർ വിത്ത് അഗ്രിഗേറ്റ് ടേൺ ഓവർ 10 crore. 10 കോടിന് താഴെയാണെങ്കിൽ ഈ 30 days ലിമിറ്റ് ബാധകമില്ല. ഓൾറൈറ്റ്, സോ അതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം അല്ലേ? അപ്പോൾ അതും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ അമെൻമെൻറ്റ് അപ്പോൾ എത്രയായി? 3 or 4 എത്ര അമെൻമെൻറ്റായി അല്ലേ?
പിന്നെ അടുത്ത അമെൻമെൻ്റ് എന്ന് വെച്ചാൽ അപ്പോഴത്തെ ഞാനതിൽ ടാക്സ് ന്യൂസ് എത്ര അമെൻമെൻ്റ് ആണ്? ടാക്സ് ന്യൂസിൽ 7 അമെൻമെൻറ്റ്സ്. അപ്പോൾ ഏത് 7 അമെൻമെൻറ്റ്സ് നോക്കാം നമുക്ക്. അതൊക്കെ അമെൻമെൻറ്റ്സ് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ ഇത് അല്ലേ, ഈ ഒരു സംഭവം ഒന്ന്. പിന്നെ മറ്റൊരു അമെൻമെൻ്റ് എന്താണെന്ന് വെച്ചാൽ വി ഓൾറെഡി ഡിസ്കസ്ഡ് ഏതാ, ഇത് 2 3. പിന്നെ ഏതായിരുന്നു ഇൻവോയ്സ് 3, പിന്നെ 4 അല്ലേ, പിന്നെന്തായിരുന്നു 5. ഓക്കെ 5 പിന്നെ ഇ വേ ബിൽ. ഇത് രണ്ടും ഒരേ ചാപ്റ്റർ ഉണ്ടോ ഇ വേ ബിൽ അതിലുണ്ടാവും. ഓക്കെ, 2 factor authentication. To strengthen the data security and prevent the unauthorized, National Information Center has made 2-factor or multi-factor authentication compulsory from April 25. എന്താണ് is unavailable for every GST taxpayer using e-way bill, e-invoice scheme. അപ്പോൾ e-way ബില്ലും e-invoice സ്കീം ഒക്കെ ചെയ്യണമെങ്കിൽ 2-factor authentication മാൻഡേറ്ററി ആണ് അല്ലേ. അത് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ, സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒന്ന് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു പോയിൻ്റാണ്. ജസ്റ്റ് മനസ്സിലാക്കുക, 2-factor authentication മാൻഡേറ്ററി നൗ ഫോർ ഇ വേ ബിൽ ആൻഡ് e-invoice. ഓക്കെ, ഇനി ഇ വേ ബിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത്ര 5ാമത്തെ അമെൻമെൻറ്റ്. ഇനി ഇത് ഇ വേ ബിൽ എന്തൊക്കെ അമെൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഇ വേ ബില്ല് ചെറിയ അമെൻമെൻറ്റ്സ് ഉള്ളൂ. ജനറേഷൻ റെസ്ട്രിക്ഷൻ. സി, നമുക്ക് ഒരു ബില്ലടിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു ബില്ലടിക്കുകയാണ്, ഇന്ന് ബില്ലടിക്കുകയാണ്, എനിക്ക് തോന്നുകയാണ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യും. കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കുടിച്ച് കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. കാരണം വാലിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് നമ്മൾ, ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി. അത് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് ഗുഡ്സ് എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഇൻവോയ്സ് അടിച്ചതിൻ്റെ ഇത്ര ദിവസം കൊണ്ട് ഇ വേ ബില്ല് അടിക്കണമെന്ന് ഒരു കണ്ടീഷനും ഇല്ല. പക്ഷേ നമ്മളുടെ പുതിയ അമെൻമെൻറ്റ് പ്രകാരം അവർ പറയാണ് ഇറ്റ് ഈസ് വിത്തിൻ 180 days. അതായത് മാക്സിമം നിങ്ങൾക്ക് ഇൻവോയ്സ് അടിച്ചതിൻ്റെ 6 മാസം, അതായത് 180 days കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതൊരു അമെൻമെൻ്റ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നേരത്തെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഈ ഇൻവോയ്സിൻ്റെ റിപ്പോർട്ടിങ്, IRP റിപ്പോർട്ടിങ്ങിൻ്റെ കേസിലും അതേപോലെ തന്നെ ജനറേഷൻ റെസ്ട്രിക്ഷനും ഏകദേശം ഒരേ പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇൻവോയ്സ് അടിച്ചതിൻ്റെ വിത്തിൻ 180 days കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ജനറേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നുള്ളത് അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, പിന്നെ നമുക്കറിയാം ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി നമുക്കറിയാം അല്ലേ. ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി അപ് ടു 200 അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും, ലഭിക്കാൻ എക്സ്റ്റെൻഡ്. പക്ഷേ മാക്സിമം എക്സ്റ്റെൻഷൻ 360 days വരെ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 1/4/2025 ഇ വേ ബിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലും എത്ര കൊണ്ടുപോകാൻ പറ്റുള്ളൂ, 27/3/2026 വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം അത്ര എത്തിക്കാൻ പറ്റുള്ളൂ. അതും ഒരു അമെൻമെൻറ്റാണ്. ഓക്കെ, അങ്ങനെയാണ് 7 അമെൻമെൻറ്റ് പറഞ്ഞത്. ഓൾറൈറ്റ്, യെസ് പഠീസ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. പേയ്മെൻറ്റ് ഓഫ് ടാക്സിലും അതിലും അമെൻമെൻറ്റ്സ് ഇല്ല അല്ലേ. സോ ദാറ്റ് ഓൾസോ ഫുള്ളി നമ്മൾ ഇതാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ അമെൻമെൻറ്റ്സിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻ്റർ ലെവൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. കാരണം ഇത്രയും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഇത്രയും അമെൻമെൻറ്റ്സ് നോക്കും നിങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനൊക്കെ ഉറപ്പാലും അവർക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് കോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ബി കെയർഫുൾ അബൌട്ട് ദിസ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാം. ഇനി അപ്പോൾ ഇൻ്റർനെറ്റ് സ്റ്റുഡൻസ് പോയിക്കോ. നമ്മൾ മാരത്തണിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ പിന്നെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. റെക്കോർഡ് ക്ലാസ്സിന് അതിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ബുക്സിനാണെങ്കിലും മെസ്സേജ് അയക്കാം, ബൂസ്റ്ററിനാണെങ്കിലും മെസ്സേജ് അയക്കാം. അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇനി നമുക്ക് ഫൈനലിൻ്റെ ഇതിലേക്ക് വരാം. ഫൈനലിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്ററിലൊന്നും നമുക്ക് അമെൻമെൻറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് TCSലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്ററിലും അമെൻമെൻറ്റ്സ് ഇല്ല. ദർ ആൾസോ നോ അമെൻമെൻറ്റ്സ്. പിന്നെ എവിടെയാണ് അമെൻമെൻറ്റ്സ് എന്ന് നോക്കാം അല്ലേ. ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ഏതാണ്, പറയൂ. റീഫണ്ട് ചാപ്റ്റർ ആണ് അല്ലേ. റീഫണ്ട് ചാപ്റ്ററിൽ അമെൻമെൻറ്റ്സ് ഉണ്ടോ? ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, റീഫണ്ട് ചാപ്റ്ററിൽ ഓൺലി 1 അമെൻമെൻറ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് റീഫണ്ട് ചാപ്റ്ററിൽ അമെൻമെൻറ്റ്സ് എന്ന് നോക്കിയാലോ. ലെറ്റ്സ് സി ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം റീഫണ്ട് സെക്ഷൻ 54 നമ്മൾ പഠിച്ചാണ്.
അപ്പോൾ റീഫണ്ട് ശരിക്കും നമുക്ക് റീഫണ്ട് എത്ര ദിവസം കൊണ്ടാണ് കിട്ടുക? റീഫണ്ട് എത്ര ദിവസം കൊണ്ടാണ് കിട്ടുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം ലിമിറ്റ് ഫോർ പാസിംഗ് ഓർഡർ 60 days ആണ് അല്ലേ? 60 days ഇടയാണ്. ഓക്കെ, 60 days ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഓർഡർ പാസ്സാക്കാനുള്ള സമയം. എന്ന് വെച്ചാൽ അവർക്ക് 60 ദിവസം വരെ നമ്മളുടെ റീഫണ്ട്, അതായത് അത്രയും പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത്രയും നമ്മൾക്ക് 60 days കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 60 days ആകുമ്പോഴേക്കാണ് നമുക്ക് റീഫണ്ട് കിട്ടുമെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നല്ല ബാധിക്കില്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ നല്ല ബാധിക്കും. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ പ്രൊവിഷണൽ റീഫണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നു, അത് അമെൻമെൻ്റ് അല്ല. എന്താ പ്രൊവിഷണൽ റീഫണ്ട്? നിങ്ങളുടെ 90% ഓഫ് ദ റീഫണ്ട് എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വിത്തിൻ 7 days കൊണ്ട് കിട്ടും. ബാക്കി 10% നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് കിട്ടും. ഇത് ഞാൻ പ്രാക്ടിക്കലി പയറ്റി നോക്കിയതാണ്, പക്ഷേ നടന്നിട്ടില്ല. പ്രൊഫഷണൽ റീഫണ്ട് നോർമലി ഞാൻ നോക്കിയിട്ടും അത് 7 ദിവസം കൊണ്ടൊന്നും കയറാറില്ല, വേറെ കാര്യം. പക്ഷേ തിയററ്റിക്കലി ഉണ്ട് പ്രൊഫഷണൽ റീഫണ്ട് 7 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് 7 days കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? പ്രൊഫഷണൽ റീഫണ്ട് കിട്ടും. എന്താണ് അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, പിന്നെ ഇത് ആർക്ക് പറ്റൂല? 2.5 കോടിയുടെ മുകളിൽ ടാക്സേഷൻ ഉള്ള ആളുകൾക്ക് പറ്റൂല. പിന്നെ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യാത്ത ആളുകൾക്കും പറ്റൂല. ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യാത്ത ആളുകൾക്ക് പറ്റൂല. പിന്നെ ചില സ്പെസിഫൈഡ് ഗുഡ്സ്, അരി കനറ്റ്, പാൻ മസാല, ടൊബാക്കോ, എസെൻഷ്യൽ ഓയിൽസ്, അങ്ങനത്തെ ഗുഡ്സുകൾക്കുള്ള ആളുകൾക്കും റീഫണ്ട് വാങ്ങുന്ന ആളുകൾക്കും ഈ പറഞ്ഞ പ്രൊവിഷണൽ റീഫണ്ട് ഗവൺമെൻറ് കൊടുക്കില്ല. പിന്നെ വേറെ ചേഞ്ച് എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ഞാൻ പറഞ്ഞില്ലേ പ്രാക്ടിക്കലി നമുക്ക് 90% കിട്ടാറില്ല. കാരണം പ്രോപ്പർ ഓഫീസർ വെരിഫൈ ചെയ്തിട്ട് വരുമ്പോഴേക്കും അതിലേറെ സമയമാവും. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് പറയാണ് ഒരു റിസ്ക് ബേസ്ഡ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് 90% ഓഫ് ദ പ്രൊവിഷണൽ റീഫണ്ട് ഓട്ടോ സാങ്ഷൻഡ് വിതിൻ 7 days അല്ലേ? പിന്നെ എന്താ പറയുക, അപ്പോൾ 90% നമുക്ക് പ്രൊവിഷണൽ റീഫണ്ട് കിട്ടും അല്ലേ? അത് സിസ്റ്റം ആണ് ഇനി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇനി നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല പിന്നെ എന്താ പറയുക, അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഈ പറഞ്ഞ 90% ആ ഒരു പ്രൊഫഷണൽ റീഫണ്ട് എന്താണ്? ബേസിക്കലി നമുക്ക് സിസ്റ്റമാണ് അത് പ്രോസസ്സ് ചെയ്ത് തരുന്നത്, പ്രോപ്പർ ഓഫീസർ അല്ല. അതാണ് ഒരു അമെൻമെൻറ്റ്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സാധാരണ ഈ പ്രൊവിഷണൽ റീഫണ്ട് എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കാനായിരുന്നു കൊണ്ടുവന്നത്. എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കാനായിരുന്നു പ്രൊവിഷണൽ റീഫണ്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ എക്സ്പോർട്ടേഴ്സിനെ മാത്രമല്ല, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആളുകളെയും നമുക്ക് എന്താണ് പറയുക, ഇത് സഹായിക്കും. അതായത് ഈ പറഞ്ഞ പ്രൊവിഷണൽ റീഫണ്ട് കിട്ടും. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഇൻപുട്ട് റേറ്റ് മോർ ദാൻ ഔട്ട്പുട്ട് റേറ്റ് അല്ലേ? അപ്പോൾ അവർക്ക് ഉള്ള റീഫണ്ടിൻ്റെ കേസിലും അവർക്ക് എന്ത് ചെയ്യാം? പ്രൊവിഷണൽ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ റീഫണ്ട് ചാപ്റ്ററിലെ അമെൻമെൻറ്റ് സ്റ്റഡീസ്. ഐ ഹോപ്പ് എവ്രി വൺ ക്ലിയർ. പിന്നെ അസസ്മെൻറ്റ് ആൻഡ് ഓഡിറ്റിൽ അമെൻമെൻറ്റ്സ് ഇല്ല, ഇൻസ്പെക്ഷൻ ആൻഡ് സെർച്ചിൽ അമെൻമെൻറ്റ്സ് ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അസസ്മെൻറ്റ് ആൻഡ് ഓഡിറ്റിൽ അമെൻമെൻറ്റ്സ് ഇല്ല, പിന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് സെർച്ചിലും അമെൻമെൻറ്റ്സ് ഇല്ല. ഇൻസ്പെക്ഷൻ ആൻഡ് സെർച്ച് അല്ലേ, അതിലും അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ ഏതിലാണ് അമെൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് അല്ലേ. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എത്ര അമെൻമെൻറ്റ്സ് നോക്കൂ? 2 അമെൻമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് 2 അമെൻമെൻറ്റ്സ്? ലെറ്റ്സ് സീ ബഡീസ്. ഒന്നാമത്തെ അമെൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോണിറ്ററി ലിമിറ്റ് അണ്ടർ സെക്ഷൻ 122. 122 എന്ന് പറഞ്ഞാൽ ഒരു പെനാൽറ്റീൻ്റെ ഡിമാൻഡ് സെക്ഷൻ അല്ലേ? ആണ്, പെനാൽറ്റി ഡിമാൻഡ് സെക്ഷനാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 122ൻ്റെ പെനാൽറ്റീൻ്റെ ഷോക്കോസ് നോട്ടീസും അതിൻ്റെ ഓർഡറും പാസ്സാക്കാൻ ആർക്ക് മാത്രമാണ് അധികാരം? വിച്ച് പ്രോപ്പർ ഓഫീസർ? ആരാണല്ലോ പ്രോപ്പർ ഓഫീസർ? ഇപ്പോൾ ഗവൺമെൻറ് പറയാണ്, നമ്മൾ സൂപ്പറിൻ്റെയൊക്കെ ആണെങ്കിൽ 10 ലക്ഷത്തിന് താഴെ CGST, അല്ലെങ്കിൽ ഇപ്പോൾ IGSTയിലേക്ക് വരികയാണെങ്കിൽ 20 ലക്ഷം, അല്ലെങ്കിൽ CGST SGST ആണ് 20 ലക്ഷം. അങ്ങനെയാണെങ്കിൽ അത് സൂപ്പറിൻ്റെയാണ്. DC/AC ആണെങ്കിൽ 10 to 1 കോടിയാണ്. ആൻഡ് AC/JC ആണെങ്കിൽ 1 കോടിയുടെ മുകളിലാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് തീരുമാനിക്കുക? പ്രോപ്പർ ഓഫീസർ തീരുമാനിക്കുക. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 122ൽ പെനാൽറ്റി എമൗണ്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പെനാൽറ്റി നോർമലി ഉണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റോ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല. പെനാൽറ്റി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ മോണിറ്ററി ലിമിറ്റിൻ്റെ കേസിൽ പറയാണ്, നമ്മളുടെ സൂപ്പറിൻറ്റൻഡൻറ്റും അല്ലെങ്കിൽ എന്താണ് അവരൊക്കെ ആണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിലാണ് അവർക്ക് ആ ഒരു 122ലെ ഷോക്കോസ് നോട്ടീസും ഓർഡറൊക്കെ പാസ്സാക്കാൻ പറ്റുക.
DCSC ആണെങ്കിൽ 10 to 1 കോടി അല്ലേ. ACJC ആണെങ്കിൽ 1 കോടി ആൻഡ് നോ ലിമിറ്റ്. ആർ ഗെറ്റിംഗ്? ഓക്കെ. ഇനി വേറെ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതും എന്താണ് അതിൻ്റെ കൂടെ വന്ന ക്ലാരിഫിക്കേഷനാണ്. സോ വാട്ട് ക്ലാരിഫിക്കേഷൻ വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ CGST SGST കമ്പൈൻഡ് ആയിട്ടുള്ള എമൗണ്ട് എടുക്കണം, ഇൻഡിവിജ്വൽ എമൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ CGST 8 ലക്ഷം, IGST 15 ലക്ഷം. ഇപ്പോൾ ഗവൺമെൻറ് എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം CGST 8 ലക്ഷം എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിന് താഴെയാണ്. അത് നോക്കണ്ട. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 23 ലക്ഷം വരുന്നില്ലേ? ദാറ്റ് മീൻസ് 20 ലാഖിൻ്റെ മുകളിലില്ലേ? 20 ലാഖിൻ്റെ മുകളിലുണ്ടെങ്കിൽ ആരാണ് ചെയ്യുക? DCAC ആണ് ആ കേസ് ഏറ്റെടുക്കുക. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാരിഫിക്കേഷനാണ്. ഈ 122ൻ്റെ എന്ത് കണ്ടെത്തുന്ന സമയത്ത്, പിന്നെ പ്രോപ്പർ ഓഫീസറെ കണ്ടെത്തുന്ന സമയത്ത് ആദ്യം ലിമിറ്റ് പഠിച്ചേക്കുക. പ്രോപ്പർ ഓഫീസർ ആരാണെന്ന് പഠിച്ചേക്കുക. പിന്നെ ഈ ലിമിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പെനാൽറ്റി എമൗണ്ട് പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? CGST IGST കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാരിഫിക്കേഷനാണ്. പിന്നെ പുതിയൊരു സെക്ഷൻ ഉണ്ട് 122B. പുതിയൊരു സെക്ഷനാണ് 122B. 122B പറയാണ് പെനാൽറ്റി ഫോർ ഫെയിൽ ടു കംപ്ലൈ വിത്ത് ട്രാക്ക് ആൻഡ് ട്രേസ് മെക്കാനിസം. എന്താണ് സാർ ഈ ട്രാക്ക് ആൻഡ് ട്രേസ് മെക്കാനിസം? എന്താ? അത് നമുക്ക് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഇസ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ടു മാർക്ക് കോഡ് സർട്ടൻ ഗുഡ്സ് ടു ദ എവറി സ്റ്റേജ് ഓഫ് മൂവ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മളെ E-way ബില്ലിനൊക്കെ ഏകദേശം അതേ ഒരു സംഭവം തന്നെയാണ്. ഒരു ഗുഡ്സ് അത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യുക, ഒരു QR കോഡ് പോലത്തെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജിലും, റീറ്റെയിൽ സ്റ്റേജിലും അല്ലെ ഹോൾസെയിൽ സ്റ്റേജിലൊക്കെ എന്ത് ചെയ്യുക, അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗുഡ്സ് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്തു, അതുപോലെ തന്നെ അതിന് കംപ്ലീറ്റ് ട്രാക്ക് കിട്ടും. ആ കിട്ടണം എന്ന് പറയുന്നതാണ് ട്രാക്ക് ആൻഡ് ട്രേസ് മെക്കാനിസം. ട്രാക്ക് ആൻഡ് ട്രേസ് മെക്കാനിസം എന്നുള്ള കോൺസെപ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകൾക്കല്ല, ചില മാനുഫാക്ചറിങ് ഗുഡ്സുകൾക്കാണ് ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പെനാൽറ്റിയാണ് 122B. അതായത് നിങ്ങളോട് ട്രാക്ക് ആൻഡ് ട്രേഡ് മെക്കാനിസം ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി എത്രയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പെനാൽറ്റി 1 lakh or 10% ഓഫ് ടാക്സ്, വിച്ച് എവർ ഈസ് ഹയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് 122B ബഡീസ്. ഓക്കെ, അപ്പോൾ അത് ആണ് നമ്മളുടെ ഡിമാൻഡ് ആൻഡ് അഡ്ജുഡിക്കേഷനിൽ ഉള്ള സംഭവം. പിന്നെ അപ്പീലിൻ്റെ അമെൻമെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 7 എണ്ണം ഉണ്ട് അല്ലേ അപ്പീലിന്? നമുക്ക് നോക്കാം. സോ എന്താണ് അപ്പീൽ? നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പീൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹയർ അതോറിറ്റി അടുത്ത് പോവാം, അതാണ് അപ്പീൽ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ആരാണ് സാർ ഹയർ അതോറിറ്റി? ലെറ്റ്സ് സീ. പിന്നെ വേറെ ഒരു കേസ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് അഡ്ജുഡിക്കേഷനിൽ ഒന്ന് അല്ലേ. ഡിമാൻഡ് ആൻഡ് അഡ്ജുഡിക്കേഷനിൽ അമെൻമെൻ്റ് ആയിട്ട് നിങ്ങൾ വല്ലാതെ നോക്കണ്ട. പക്ഷെ ഒരു കാര്യം മനസ്സിലാൽ മതി, നമുക്ക് പണ്ട് 73, 74 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ 74A കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, 74A പഠിച്ചാൽ മതി. കാരണം മറ്റൊക്കെ 2024-25 മുമ്പുള്ള ഫ്രോഡുകൾക്കാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ അത് നോക്കണ്ട, 74A നോക്കിയാൽ മതി. ഓക്കെ, അതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 122ൻ്റെ പെനാൽറ്റിക്ക് ആരാണ് പ്രോപ്പർ ഓഫീസർ നോക്കാൻ വേണ്ടി ഒരു ലിമിറ്റ് പഠിച്ചില്ലേ? അതേപോലെ ഇവിടെയും ഒരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, സെയിം എമൗണ്ട് അല്ലേ 10 അല്ലേ, 1 കോടി, 1 കോടിൻ്റെ മുകളിൽ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ, ഒരു തൂവൽ വ്യത്യാസമുണ്ട്. എന്താ തൂവൽ വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ 122ൽ ഈ 10 ലക്ഷം, 20 ലക്ഷം അല്ലെങ്കിൽ 1 കോടി, 5 കോടി എന്ന് പറയുമ്പോൾ ഒരാൾ കൊടുക്കേണ്ട എമൗണ്ടാണ് അല്ലേ. ഓക്കെ, സോ ഞാനൊന്ന് സോൺ ഔട്ടായി പോയി, എന്തൊക്കെ പറഞ്ഞു. സോറി ഞാൻ എന്താ ഞാൻ പറഞ്ഞത്, എന്തോ മനസ്സിങ്ങനെ സോണായിട്ട് പോയി. അതായത് ഞാൻ കമ്പയർ ചെയ്യായിരുന്നു അല്ലേ, അത് പെട്ടെന്ന് ചിന്ത എങ്ങോട്ട് പോയി. രാവിലെ എണീക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഓക്കെ, അതായത് എണീറ്റിട്ട് ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, സോ ഒന്ന് പെട്ടെന്ന് സോണൗട്ടായി പോയി. അതായത് നേരത്തെ നമ്മൾ എന്താണ് പറയുക, ഇവിടെ 122ൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു പ്രോപ്പർ ഓഫീസറെ കണ്ടെത്തിയാലോ. അപ്പോൾ 122ലെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമ്മളുടെ പെനാൽറ്റി എമൗണ്ട് മാത്രമാണ്. ഇവിടെ പെനാൽറ്റി മാത്രമല്ല, ഇവിടെ ടാക്സ് ആണ് അല്ലേ, പെനാൽറ്റി അല്ല ടാക്സ് ആണ്. സോ ദാറ്റ് ഈസ് വൺ തിങ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. പെനാൽറ്റി അല്ല നമ്മൾ നോക്കണം, ടാക്സ് ആണ് അല്ലേ. അപ്പോൾ അപ് ടു 10 lakh, അപ് ടു 10 to 1 crore
മോർ ദാൻ 1 crore എന്ന് പറഞ്ഞിട്ട് അത് നോക്കുന്നത് ടാക്സ് ആണ്. പക്ഷേ 122 അവിടെ പ്രോപ്പർ ഓഫീസർ തീരുമാനിക്കുമ്പോൾ പെനാൽറ്റിയാണ് നോക്കുക, ഇവിടെ ടാക്സ് ആണ്. ഇനി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ കമ്പൈൻഡ് ടാക്സ് എമൗണ്ട് ബേസിസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ CGST IGST എല്ലാം കൂട്ടിയിട്ടാണ്. പിന്നെ ഹയസ്റ്റ് ടാക്സ് എമൗണ്ട് റൂളും അതുപോലെ തന്നെ അക്രോസ് ഓൾ ടാക്സ് പീരീഡ്. അത് ഈ ഒരു ഒറ്റ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഈ താഴെ തന്ന ഒറ്റ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിന് നോക്കി പോവുക. കാരണം ആ ക്ലാരിഫിക്കേഷനിൽ പറയുന്ന സംഭവം എന്താണെന്ന് ആ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇത് പഠിക്കാം, ഇത് നേരത്തെ ഉണ്ടായിരുന്ന സംഭവമാണ്, ഇത് പുതിയ അമെൻമെൻ്റ് അല്ല. അത് അവിടെ 122 അമെൻമെൻ്റ് ആണ്. കാരണം അവിടെ അങ്ങനത്തെ പ്രോപ്പർ ഓഫീസർ ലിമിറ്റ് ഉണ്ടായിരുന്നില്ല, അത് കൊണ്ടുവന്നു. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ എന്താണ് പറയുക, നമ്മുടെ 73, 74, 74A നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ക്ലാരിഫിക്കേഷൻ പുതിയതാണ്. ആ ക്ലാരിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, നമ്മളെ 74A പ്രകാരം ഇയർ നമ്മൾ 24, 25, 25, 26 ആവാം. ഓക്കെ, അപ്പോൾ പിന്നെ 6 lakh, 3 lakh, 1 lakh ആൻഡ് പെനാൽറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു CGSTയും IGSTയും ഒക്കെ കൂട്ടി നോക്കണം, എല്ലാം കൂടെ കൂട്ടി വെക്കണം. അപ്പോൾ CGST IGSTയും കൂട്ടുന്ന സമയത്ത് 6ഉം 3ഉം അതിനാണ് 9ഉം 10 അല്ലേ, ഇവിടെ 10 ലക്ഷം വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 10 lakh ആണ്. പക്ഷേ അടുത്ത വർഷം നോക്കുന്ന 2 വർഷത്തേക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. 24, 25 നോട്ടീസ് അയച്ചിട്ടുണ്ട്, 25, 26 നോട്ടീസ് അയച്ചിട്ടുണ്ട്. 24, 25 10 ലക്ഷമാണ് വരുന്നത്. പെനാൽറ്റി കൂട്ടാൻ പാടില്ല കേട്ടോ. ഇവിടെ 13 ലക്ഷം കൂട്ടാം, 13 ലക്ഷമാണ്. അപ്പോൾ പ്രശ്നം ഇത് എന്താ സംഭവിക്കുക, ഇതിൽ ഏത് പിന്നെന്താ പറയുക, ഏത് കാറ്റഗറിയിലാണ് പെടുത്താൻ പറ്റുക. അതായത് ഏത് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കമ്പൈൻഡ് എമൗണ്ട് എടുക്കേണ്ടത് 13 ലക്ഷം. പിന്നെ ഹയർ എമൗണ്ട്, ഇതിലേത് ഹയർ എമൗണ്ട് 13 ലക്ഷമാണ് ഹയർ എമൗണ്ട് അല്ലേ. സോ ആ 13 ലക്ഷത്തിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ഓഫീസർ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അക്രോസ് മൾട്ടിപ്ലിയർ എടുക്കുക, അതിൽ ഹയർ എമൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുക അതിലേതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് യു ഹാവ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ബഡീസ്. മനസ്സിൽ ആയ എവരി വൺ? ഓക്കെ, അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആണ്. സോ ബി കെയർഫുൾ അബൌട്ട് ദിസ് അല്ലേ. അപ്പോൾ ഈ ലിമിറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ലിമിറ്റാണ് 122 ലിമിറ്റ് ഇപ്പോൾ കൊണ്ടുവന്നാണ്. ഇവിടെ 73, ഇപ്പോൾ 74A ആണ്. 74A ഈ ലിമിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. എന്താ ഈ ക്ലാരിഫിക്കേഷനാണ് പുതിയ വന്നത്. അപ്പോൾ ക്ലാരിഫിക്കേഷൻ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യെസ്. ഇനി മറ്റൊരു കാര്യം, പിന്നെന്താ അതിൽ അമെൻമെൻറ്റ്, അത് അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞില്ല, നമ്മൾ 73, 74 ഒക്കെ ഉണ്ടായത് അത് നോക്കണ്ട. ഇനി 74A മാത്രം നോക്കിയാൽ മതി. അത് നിങ്ങൾ അതിനെ നോക്കിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ അപ്പീലാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പീൽ ആൻഡ് റിവിഷൻ. സോ അപ്പീലിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, ലിസൺ എവ്രി വൺ ഹിയർ. നമുക്ക് അപ്പീലിൻ്റെ ഹൈറാർക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാനത് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഡയറക്റ്റ്ലി അമെൻമെൻറ്റിലേക്ക് വരാം. ഫസ്റ്റ് അപ്പീൽ ഏതാ, അപ്പലറ്റ് അതോറിറ്റിയാണ് അല്ലേ, 107. അപ്പലറ്റ് അതോറിറ്റി 107. അപ്പലറ്റ് അതോറിറ്റിയിലേക്ക് നിങ്ങൾ അപ്പീലിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഫോർ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡർ ഇൻവോൾവ് വിത്തൗട്ട് ടാക്സ് 10% ഓഫ് ദ പെനാൽറ്റിയാണ്. അതായത് നമ്മൾ മാൻഡേറ്ററി പ്രീ ഡെപ്പോസിറ്റ് പഠിച്ചിട്ടില്ലേ, മാൻഡേറ്ററി പ്രീ ഡെപ്പോസിറ്റ്സ്. അതായത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത എമൗണ്ട് ഫുള്ള് കൊടുക്കണം, അഡ്മിറ്റ് ചെയ്യാത്ത പോർഷൻ്റെ 10% കൊടുക്കണം പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കണം, അഡ്മിറ്റ് ചെയ്യാത്ത എമൗണ്ട് 10% കൊടുക്കണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫോർ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡർ ഇൻവോൾവിങ് പെനാൽറ്റി വിത്തൗട്ട് ടാക്സ് ഇല്ലാതെ പെനാൽറ്റി മാത്രമാണുള്ളത്, അതിനാണ് നിങ്ങൾ അപ്പീലിന് പോകുന്നതെങ്കിൽ എത്ര പ്രീ ഡെപ്പോസിറ്റ് കൊടുക്കുക, 10%. നേരത്തെ 129(3) കേസ് സെപ്പറേറ്റ്ലി ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 129(3) കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, 68 to റെഡ് വിത്ത് 129(3). അപ്പോൾ അതിൻ്റെ കേസിൽ സെപ്പറേറ്റ്ലി 25% കേസ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഇപ്പോൾ 10%. ഫോർ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡർ ഇൻവോൾവിങ് പെനാൽറ്റി വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ ജസ്റ്റ് 10%. ഓക്കെ, ഫൈൻ. പിന്നെ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഒരു അമെൻമെൻ്റ് ആണ്. പിന്നെ അടുത്ത അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ അപ്പലറ്റ് ട്രിബ്യൂണലിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയാം, അപ്പലറ്റ് ട്രിബ്യൂണലിൻ്റെ കേസിൽ സിംഗിൾ മെമ്പർ ബെഞ്ചാണ് ഏറ്റെടുക്കുക. 50 lakhൻ്റെ താഴെയാണെങ്കിൽ, അതുപോലെ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറായിട്ട് തന്നെ എന്ത് ചെയ്തു, ഒരു റൂൾ 10A കൊണ്ടുവന്നു. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞു വെച്ചാൽ, സ്മോൾ ഫാക്ച്വൽ കേസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഇല്ലാത്ത 50 ലക്ഷം താഴെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ സിംഗിൾ മെമ്പർ ബെഞ്ചാണ് എടുക്കേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കാം, ഇപ്പോൾ റൂൾ 110A പറയാണ്, ആദ്യം തുടങ്ങിയപ്പോൾ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടായിരുന്നില്ല,
പിന്നീട് ക്വസ്റ്റ്യൻ ഓഫ് ലോ അറൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് റെഫർ ബാക്ക് ടു പ്രസിഡൻറ്റ് ഓർ വൈസ് പ്രസിഡൻറ്റ്. എന്നിട്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് അത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് പിന്നെന്താ പറയുക പഠിപ്പിച്ച് തീരുമാനിക്കണം. ഇനി ഈ 50 ലക്ഷം എന്നുള്ള ലിമിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്യുമുലേറ്റീവ് ഓഫ് ഓൾ ടാക്സസ്, ITC, ഫൈൻ, പെനാൽറ്റി എല്ലാം കൂടെ എടുക്കണം. അതായത് നമ്മളുടെ ടാക്സും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടാക്സ് വെട്ടിച്ചു, ITC വെട്ടിച്ചു, എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 50 ലാഖിൻ്റെ ഇതെടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ പെനാൽറ്റി ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ 50 ലാഖ് മുകളിൽ പോകുന്നുണ്ടോ പോകുന്നില്ലേ നോക്കേണ്ടത്. അതാണ് റൂൾ 110A പറയുന്ന ഒരു കാര്യം. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ അത് ഒന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ സമ്മറി ഓഫ് ഓർഡർ, അതായത് നിങ്ങൾ ഓർഡർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അപ്പലേറ്റ് ഓർഡർ വായിച്ചിട്ടുണ്ടോ, വായിച്ചാൽ നമുക്ക് അല്ലേ 10, 200 പേജ് 100 പേജൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഓർഡറിൻ്റെ ഇതുണ്ടാവും. അതിൽ മിനിമം ഒരു 30-40 പേജെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് തന്നെ ടൈം എടുക്കും. അതുകൊണ്ട് പുതിയൊരു റൂള് 1132 പറയാണ്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇവരൊരു സമ്മറി ഓഫ് ഇറ്റ്സ് ഓർഡറും കൂടെ അപ്ലോഡ് ചെയ്യണം. GST APL 04A സമ്മറി ഓർഡറിൽ അതിൽ കറക്റ്റായിട്ട് കാണിക്കണം എത്രയാണ് ഫൈനൽ എമൗണ്ട് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ITC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഓർഡർ ഫുള്ളായിട്ട് വായിച്ച സമയം കളയണ്ട, നമുക്ക് ആ സമ്മറി വായിച്ചാൽ മതി എത്രയാണ് കൊടുക്കേണ്ടത്. ആ ഫുൾ ഓർഡറിലുണ്ടാവും ഏത് സെക്ഷൻ വയലേറ്റ് ചെയ്തു അതൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ അനാലിസിസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഓർഡർ ഉണ്ടാവുക. അപ്പം നമുക്കതിനൊന്നും ആവശ്യമില്ല, നമുക്ക് എത്ര കൊടുക്കാനുണ്ട് അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സമ്മറി ഓർഡർ നോക്കിയാൽ മതി. അതാണ് റൂൾ 113 ഉള്ളത്. ഓക്കെ, അതാണ് മറ്റൊരു അമെൻമെൻറ്റ് അപ്പീൽ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പണ്ട് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ മാനുവലി നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം, അതിപ്പോൾ പറ്റൂല. അതുപോലെ മെമ്മോറാണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷൻ മാനുവലി ഫയൽ ചെയ്യാം, അതും ഇപ്പോൾ പറ്റൂല. അത് രണ്ടും റിമൂവ് ചെയ്തു. അതാണ് മറ്റൊരു അമെൻമെൻറ്റ്. പിന്നെ ഡേറ്റ് ഓഫ് ഫയലിംഗ് നമ്മൾ എന്താണ് പറയുക, ഫൈനൽ അക്നോളജ്മെൻറ്റിൻ്റെ ഒക്കെ ഫോം മാറ്റിയിട്ടുണ്ട്, APL 02A ആക്കി മാറ്റിയിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട, പക്ഷേ ഓർത്തിരിക്കുക APL 02A ആണ് ഇപ്പോൾ നമ്മുടെ എന്താണ് അപ്പീൽ എന്താണ് അപ്പീൽ ഫയൽ ചെയ്തിട്ടുള്ള ഫൈനൽ അക്നോളജ്മെൻറ്റ് ഓർഡർ. ഫൈനൽ അക്നോളജ്മെൻറ്റ് ഫോം ഏതാണ്, APL 02A ആണ്. അത്രേ ഉള്ളൂ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീ ഡെപ്പോസിറ്റ്സ്, അപ്പലേറ്റ് അതോറിറ്റി അടുത്ത് നമ്മൾ പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അപ്പലേറ്റ് ട്രിബ്യൂണൽ അടുത്തും നമ്മൾ എന്ത് ചെയ്യണം, പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം. അവിടെയും ഇഫ് ദ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡർ ഇൻവോൾവിംഗ് പെനാൽറ്റി വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ 10%, ആ പെനാൽറ്റീനെ 10% അവിടെ കൊടുത്തതിന് പുറമെ അടക്കാം. ഓക്കെ, ഫൈൻ. സോ അതൊക്കെയാണ് നമുക്കതിലുള്ള മെയിനായിട്ടുള്ള അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ, ഈ ഓരോ ചാപ്റ്ററിനും ഓരോ പോസിബിൾ ടോപ്പിക്സ് ഉണ്ട് ഫോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ അപ്പീലിൽ ഏറ്റവും പോസിബിൾ ക്വസ്റ്റ്യൻ ഉള്ളത് പ്രീ ഡെപ്പോസിറ്റാണ്. അപ്പോൾ പ്രീ ഡെപ്പോസിറ്റ്സിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അവിടത്തിന് അമെൻമെൻറ്റും ഉണ്ട് ആ 10%. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി, പക്ഷേ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ അഡ്വാൻസ് റൂളിങ്ങിലും നമ്മൾ ആൻറ്റി പ്രോഫിറ്ററിങ് അങ്ങനത്തെ അതിലൊന്നും നമുക്ക് ഒന്നും പഠിക്കാനില്ല, അമെൻമെൻറ്റ്സ് ഒന്നും എക്സ്ട്രാ ഒന്നുമില്ല, വെരി സിമ്പിൾ അല്ലേ. ഇനി പിന്നെ കസ്റ്റംസിൽ 2 അമെൻമെൻറ്റ്സ് ഉണ്ട് ഇമ്പോർട്ടൻറ്റ്. കസ്റ്റംസിൽ ഏതാ 2 അമെൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. ലിസൺ, ഒന്നാമത്തെ അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റംസിലെ ഫസ്റ്റ് അമെൻമെൻറ്റ് എന്താണ്, ഈ കസ്റ്റം ഫൈനലൈസേഷൻ ഓഫ് പ്രൊഫഷണൽ അസസ്മെൻറ്റ്. അത് ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മളുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് പറയാം. പിന്നെ വേറെ ഏതാ അമെൻമെൻറ്റ് നോക്കണേ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് അമെൻമെൻറ്റ്, വാലുവേഷൻ അമെൻമെൻറ്റ് ഇല്ല ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയറിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ പ്രൊവിഷണൽ അസസ്മെൻ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലേ, ഇതിൽ ഓക്കെ, അതായത് പ്രൊവിഷണൽ അസസ്മെൻറ്റ് എന്നുള്ള സംഭവമുണ്ട്. നമുക്ക് എന്തെങ്കിലും കെമിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ടെസ്റ്റ് വേണം, അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ GSTയിലും പ്രൊവിഷണൽ അസസ്മെൻറ്റിൻ്റെ സെക്ഷൻ 60 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, സെക്ഷൻ 60 അവിടെയുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് എന്താ പറയുക, അത് ഫൈനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു അമെൻമെൻറ്റാണ് ഈ സംഭവം. ഫൈനലൈസിങ് ടൈം, അതായത് മസ്റ്റ് ബി ഫൈനലൈസ് വിത്തിൻ 2 years ഫ്രം ദ പ്രൊഫഷണൽ അസസ്മെൻറ്റ് ഡേറ്റ്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 more year കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ 2 വർഷം കൊണ്ട് എന്ത് ചെയ്യണം, ഫൈനൽ അസസ്മെൻറ്റ് ചെയ്യണം എന്നാണ്. പ്രൊഫഷണൽ അസസ്മെൻറ്റ് ചെയ്തിട്ട്
പിന്നെന്താണ് വിത്തിൻ 2 years കൊണ്ട് എന്ത് ചെയ്യണം, അത് തീർക്കണം. പിന്നെ ഡിലേ ഫോർ നോൺ ഫൈനലൈസേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഡിലേ വരാം. അതായത് ഇൻഫർമേഷൻ സോർട്ട് ഫ്രം എ ഫോറിൻ അതോറിറ്റി, അപ്പീൽ പെൻഡിങ് ബിഫോർ എനി ട്രിബ്യൂണൽ, ഇൻ്ററിം സ്റ്റേ, ബോർഡ് ഓഫ് ഡയറക്ഷൻ ടു കീപ് ദ സിമിലർ ബോർഡ് ഡയറക്ഷൻ ടു കീപ് പെൻഡിങ്, പിന്നെ പെൻഡിങ് കേസസ് ബിഫോർ സെറ്റിൽമെൻറ്റ് കമ്മീഷൻ. അങ്ങനത്തെ കേസിലൊക്കെ ചിലപ്പോൾ ഡിലേ വരാം. അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ തീർക്കണം. ഓക്കെ. പിന്നെ എന്താണ് പറയുക, അതിൽ അത് വേണ്ട. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെന്താണ് പറയുക അമെൻമെൻ്റ് ആയിട്ട് വന്നത്. ബാക്കിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ അതാണ് ഞാനിവിടെ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദാറ്റ്, ആ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കംപ്ലീറ്റ് വിത്തിൻ 2 years അല്ലേ, എവിടെയാണത്, ഓക്കെ. അപ്പോൾ നമ്മൾ നോർമലി 2 yearsൻ്റെ ഉള്ളിൽ തീർക്കണം. 2 yearsന് മുകളിലൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കമ്മീഷണറുടെ എന്താണ് ഇതൊക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ വട്ട് വി സേ, അതിൽ പിന്നെന്താണെന്ന് വെച്ചാൽ സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ്, പ്രോപ്പർ ഓഫീസർ ഷാൾ ഇൻറ്റിമേറ്റ് ദ മിസ്സിംഗ് ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ ഒരു എന്തെങ്കിലും എന്താ പറയുക പ്രൊഫഷണൽ അസിസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ മിസ്സിംഗ് ഉണ്ട്, അതൊക്കെ നമ്മൾ വിത്തിൻ 15 days കൊണ്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ 15 days നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിത്തിൻ 2 months കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, പക്ഷേ എക്സ്റ്റൻഷൻ 14 monthsലൂടെ കൂടാൻ പാടില്ല അല്ലേ. പിന്നെന്തായിരുന്നു, where the professional assessment is made due to necessity further inquiry, the inquiry along with the report shall be completed and provided to proper officer within 14 months from the date of professional assessment അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെന്താണ് ഈ പ്രൊഫഷണൽ അസസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഫൈനൽ അസസ്മെൻറ്റ് ചെയ്യാനുള്ള എൻക്വയറി ഒക്കെ എന്ത് ചെയ്യണം, 14 months കൊണ്ട് തീർക്കണം. 14 months കൊണ്ട് തീർക്കണം. പിന്നെ വോളണ്ടറിലി പേയ്മെൻറ്റ് ബിഫോർ ഫൈനലൈസേഷൻ, ഇമ്പോർട്ടർ എക്സ്പോർട്ടർ മേ പേ ഡ്യൂട്ടി ഓൺ ഹിസ് ഓൺ അസർട്ടൈൻമെൻറ്റ് ഡ്യൂറിങ് ദ പ്രൊഫഷണൽ അസസ്മെൻറ്റ്, എമൗണ്ട് പെയ്ഡ് വിൽ ബി അഡ്ജസ്റ്റ് അഗൈൻസ്റ്റ് ഫൈനൽ ഡ്യൂട്ടി ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് തോന്നുകയാണ് നമ്മൾ പ്രൊഫഷണൽ അസസ്മെൻറ്റ് പ്രകാരം നമ്മൾ ടാക്സ് അടച്ചു, പിന്നെ ഫൈനൽ അസസ്മെൻറ്റ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഫൈനൽ അസസ്മെൻറ്റ് കുറച്ചും ടാക്സ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഫഷണൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫൈനൽ അസസ്മെൻറ്റ് എന്താണ് പാസ്സാക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ടാക്സ് കുറച്ചുകൂടി അടക്കാം. അപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റ് അത്രയും കുറഞ്ഞ് കിട്ടും അല്ലേ. അതാണ് അതിൻ്റെ സംഭവം. പിന്നെ പ്രൊഫഷണൽ അസസ്മെൻറ്റ് ഷാൽ ബി ഫർണിഷ്ഡ് വിത്തിൻ ഫൈനലൈസ് വിത്തിൻ 3 months ഫ്രം ദ റെസിപ്റ്റ് ഓഫ് എക്സ്പയർഡ് ഡോക്യുമെൻറ്റ്സ് ഓർ കൺക്ലൂഷൻ ഓഫ് എൻക്വയറി. എക്സ്റ്റൻഷൻ മേ ബി ഗ്രാൻറ്റഡ് ബട്ട് ഓവറോൾ ടൈം ലിമിറ്റ് ഈസ് 2 years. നേരത്തെ പറഞ്ഞാൽ 2 yearsനുള്ള എന്ത് ചെയ്യണം, എല്ലാം തീർക്കണം അല്ലേ. അപ്പോൾ നോർമലി എല്ലാം 3 months കൊണ്ട് എൻക്വയറി ഒക്കെ തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 മാസം കൊണ്ട് അതിൻ്റെ പരിപാടി തീർക്കണം. പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാലും 2 വർഷം കൊണ്ട് അതിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക പുതിയൊരു സംഭവം വന്നുള്ളത്. ഇത് സെപ്റ്റംബർ മുതലുള്ളൊരു സംഭവമാണ്. നമ്മൾ പ്രൊവിഷണൽ അസസ്മെൻറ്റ് ഫൈനൽ സ്റ്റേജുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു അമെൻമെൻ്റാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ടത് നമ്മളോട് അവർക്ക് ചോദിക്കാൻ എത്ര സമയമുണ്ട്, നമുക്ക് കൊടുക്കാൻ എത്ര സമയമുണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻക്വയറി അവർക്ക് എത്ര ദിവസം കൊണ്ട് എൻക്വയറി കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അവരെപ്പോൾ ഫൈനലൈസ് ചെയ്യണം വിത്തിൻ 3 months, പക്ഷേ മാക്സിമം 2 yearsനപ്പുറം പോകാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഭവം അല്ലേ. ഓക്കെ. അപ്പോൾ അതാണ് ഒരു അമെൻമെൻ്റ് അതിലുള്ളത്. പിന്നെ വേറെ കസ്റ്റംസിൽ എന്താ അമെൻമെൻറ്റ്, വേറെ കസ്റ്റംസിലെ അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. വേറെ കസ്റ്റംസിൽ ഇനി അതർ അമെൻമെൻറ്റ്സ്, ബാഗേജിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല, വെയർ ഹൗസിൽ അമെൻമെൻറ്റ്സ് ഇല്ല, FTP അപ്പോൾ കസ്റ്റംസിൽ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ 2 അല്ല, ഒന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ. പിന്നെ FTPയിൽ ചെറിയൊരു അമെൻമെൻറ്റ്സേ ഉള്ളൂ. അതായത് നമ്മളുടെ RODTP സ്കീമിലാണ്. RODTP സ്കീം പഠിച്ചില്ല നമ്മൾ, എവിടെയായിരുന്നു RODTP സ്കീം? RODTP സ്കീം. അപ്പോൾ RODTP സ്കീമിലെ കേസിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ വട്ട് വി സേ എവിടെയായിരുന്നു ഈ അഡ്വാൻസ് ഓതറൈസേഷനൊക്കെ ഉള്ള ആളുകൾക്ക് അവർക്കൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ അഡ്വാൻസ് ഓതറൈസേഷൻ EPCG ഒക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിനൊന്നും ശരിക്കും RODTP സ്കീം കൊടുക്കില്ല. പക്ഷേ ഗവൺമെൻറ് പറയാണ് അത് കുഴപ്പമില്ല, പിന്നെ എന്താ പറയുക ഈ പറഞ്ഞ 2031/3/2026 വരെ എന്ത് ചെയ്യാം,
RODTP സ്കീം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ അഡ്വാൻസ് ഓതറൈസേഷൻ ഹോൾഡർക്കും അതുപോലെ എന്താണ് EPCG ഹോൾഡർക്കും സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റൊക്കെ 31/3/2026 വരെ RODTP സ്കീം ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ അത്രേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ IDTയിലുള്ള അമെൻമെൻറ്റ്സ്. അപ്പോൾ ഞാൻ അമെൻമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ. സോ എന്താ പറയുക, ഒരു ഏകദേശം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എവിടെയൊക്കെ എന്തൊക്കെ അമെൻമെൻറ്റ്സ് ഉണ്ട്, കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ റെഗുലർ ക്ലാസ്സിൻ്റെ ഇതിൽ ഫുൾ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ IDT കേൾക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മാരത്തണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഞാൻ പറയുന്നത് വെച്ചാൽ 100% നിങ്ങൾക്ക് വർക്ക്ഫുൾ ആയിരിക്കും. അത് അമെൻമെൻറ്റ്സ് മാത്രമല്ല കേട്ടോ, അമെൻമെൻറ്റ്സിൻ്റെ ഡിസ്കഷൻ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് സിലബസ്. നിങ്ങൾ ഈ ബൂസ്റ്റർ ബുക്ക് ഉണ്ടെങ്കിൽ ഈ ബൂസ്റ്റർ ബുക്ക് ഉണ്ടോ, ഈ ബൂസ്റ്റർ ബുക്ക് നിങ്ങളുടെ മൊത്തം സിലബസ് വെറും 102 പേജിലേക്ക്, അതായത് ഡബിൾ സൈഡ് കൂട്ടുമ്പോൾ ഇനിയിപ്പോൾ പേപ്പർ നമ്പർ കൂട്ടുകയാണെങ്കിൽ വെറും 50 പേപ്പർ അതിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു സമ്മറി ബുക്ക് മാത്രമല്ല, നിങ്ങളുടെ IDTയിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അതെല്ലാം കൂട്ടിയിണക്കിയിട്ടുള്ളൊരു എന്താ പറയുക ബുക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ മാരത്തൺ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിന് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മളുടെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ ബുക്ക് വാങ്ങാനും ഇനിയിപ്പോൾ റെക്കോർഡ് ക്ലാസ് വാങ്ങാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച് അല്ലേ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. സോ താങ്ക് യു.